എല്ലാവരുടെയും ആഗ്രഹം സന്തോഷിച്ച് ജീവിക്കണം എന്നതാണ്. അത് പ്രായഭേദമന്യേ കുട്ടികളും ചെറുപ്പക്കാരും വലിയവരും സ്ത്രീകളും എല്ലാവരും നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നു നമുക്കെപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കണം, സന്തോഷവാന്മാരായിരിക്കണം എന്നതാണ് ഓരോരുത്തരുടെയും ആഗ്രഹം. എന്താണ് സന്തോഷം? എങ്ങനെയാണ് സന്തോഷിക്കാനായി കഴിയുക? ഈ ദുനിയാവ്, ആ ദുനിയാവിൽ ഏത് വിഷയത്തെയും, ഏതു വലിയ പ്രതിസന്ധിയെയും, ഏതു വലിയ ദുഃഖത്തെയും, വേദനയെയും, രോഗങ്ങളെയും, പ്രയാസങ്ങളെയും സന്തോഷത്തോടുകൂടെ നേരിടാൻ കഴിയുക എന്നതാണ് സത്യവിശ്വാസിയുടെ ഒരു മുഅ്മിനിന്റെ വിജയം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അൽ അരീഫി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ അതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഒരു മുസ്ലിമായ നല്ല ഈമാനുള്ള തഖ്വയുള്ള അല്ലാഹുവിൽ തവക്കുലുള്ള ഒരു നല്ല ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ഓപ്പറേഷന് വിധേയനായി ഡോക്ടറുടെ മുന്നിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുകയാണ്. തന്റെ ശരീരം കീറിമുറിക്കാൻ സാധാരണ എല്ലാ രോഗികളും ഏറ്റവും കൂടുതൽ ദുഃഖിക്കുകയും പ്രയാസപ്പെടുകയും വെപ്രാളപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടം. ഓപ്പറേഷന് ബോധം കെടുത്താനും ശരീരം കീറിമുറിക്കാനും ഒരുങ്ങി നിൽക്കുന്ന ഡോക്ടർ ഈ മുസ്ലിമായ മനുഷ്യന്റെ മുന്നിൽ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം അദ്ദേഹം നല്ല സന്തോഷവാനായിട്ടാണ് കിടക്കുന്നത്. ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടെ കിടക്കുന്ന ഒരാൾ. എത്രയോ രോഗികളെ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ഈ ഡോക്ടർ അത്ഭുതപ്പെട്ടു. കാരണം പേടിയും വെപ്രാളവും ആശങ്കയും ഉണ്ടാകുന്ന രോഗികൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല മുഖപ്രസന്നതയോടെ സന്തോഷത്തോടുകൂടെ ഈ രോഗി ഡോക്ടറുടെ മുന്നിൽ കിടക്കുമ്പോൾ ഡോക്ടർ അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, നിങ്ങൾക്ക് ഭയമില്ലേ, പേടിയില്ലേ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തിനു ഭയപ്പെടണം, ഞാൻ എന്തിനു പേടിക്കണം? എനിക്ക് രോഗം തന്നത്, ഈ രോഗത്തിന് ചികിത്സിക്കാനുള്ള വഴി ഓപ്പറേഷനാണ് എന്ന് തീരുമാനിച്ചത് എന്റെ റബ്ബാണ്, എന്നെ പടച്ച സൃഷ്ടാവായ അല്ലാഹുവാണ് അത് തീരുമാനിച്ചത്. ആ അല്ലാഹുവാണ് എനിക്ക് ആരോഗ്യം തന്നത്, ആ അല്ലാഹുവാണ് എനിക്ക് രോഗം തന്നത്. അവൻ എനിക്ക് ശിഫ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. അവൻ മരണമാണ് എനിക്ക് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അതും നടക്കും. ഞാൻ സന്തോഷത്തോടുകൂടെ എന്റെ റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യും. അല്ലാഹുവിൽ തവക്കുലുള്ളതോടുകൂടെ, ഏറ്റവും വലിയ പടച്ചറബിൽ ശുക്റുള്ളതോടുകൂടെ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എന്ത് അല്ലാഹു എന്ത് തന്നാലും അൽഹംദുലില്ലാഹ്, ഞാൻ എന്റെ റബ്ബിൽ വിശ്വസിക്കുന്നവനാണ്, ഞാൻ എന്റെ റബ്ബിൽ തവക്കുലാക്കിയവനാണ്, എല്ലാം അല്ലാഹുവിൽ പരമേൽപ്പിച്ചവനാണ്, അവന്റെ തീരുമാനപ്രകാരമേ എല്ലാം നടക്കൂ. പിന്നെ ഞാൻ വപ്രാളപ്പെട്ടതുകൊണ്ട് എന്ത് പ്രയോജനം? ഈ ദുനിയാവിലെ ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും എല്ലാം അത് എന്റെ അല്ലാഹു, എന്റെ റബ്ബ് എനിക്ക് നൽകുന്നതാണ്. അതിനെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്നവനാണ് ഞാൻ എന്റെ റബ്ബിൽ സംതൃപ്തിയുള്ളവനാണ് എന്ന് പറഞ്ഞു ഈ രോഗി. അപ്പോൾ ഈ ഡോക്ടർ ഈ രോഗിയുടെ മുന്നിൽ വേവലാതിപ്പെട്ട് പറഞ്ഞു, സഹോദരാ, ഞാൻ ഒരുപാട് വിദ്യാഭ്യാസം നേടിയവനാണ്, മെഡിക്കൽ രംഗത്ത് ഒരുപാട് വലിയ വലിയ പഠനങ്ങൾ നടത്തിയിട്ടാണ് അമേരിക്കയിലെ പ്രഗത്ഭമായി അറിയപ്പെട്ട ഈ ഹോസ്പിറ്റലിലെ ബിഷഗ്വരനായത്. എത്രയോ വർഷങ്ങളോളം ഞാൻ പഠനം നടത്തിയിട്ടുണ്ട്. ഞാൻ സേവനം തുടങ്ങി, ഞാൻ വലിയ ശമ്പളം വാങ്ങുന്നവനാണ്, ഞാൻ വലിയ സമ്പന്നനാണ്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് നല്ല വീടുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട എല്ലാം എനിക്കുണ്ട്. സുന്ദരിയായ ഭാര്യയുണ്ട്, വിദ്യാഭ്യാസമുള്ള ഭാര്യയുണ്ട്, വിദ്യാഭ്യാസമുള്ള മക്കളുണ്ട്, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, ശമ്പളമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ ഞാൻ എന്റെ ജീവിതത്തിൽ എത്രയോ തവണ, പല തവണ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. സമാധാനമില്ല, സന്തോഷം എന്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞു. ഈ ഡോക്ടർ അദ്ദേഹത്തിന്റെ വേദനകൾ, അദ്ദേഹത്തിന്റെ മാനസികമായ പിരിമുറുക്കങ്ങൾ രോഗിയുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ രോഗി ഡോക്ടറെ ചികിത്സിക്കാൻ തുടങ്ങി.
ഡോക്ടറുടെ അടുത്തേക്ക് ചികിത്സക്ക് പോയ രോഗിയാണ്, ഓപ്പറേഷന് പോയ രോഗിയാണ്. ഈ രോഗി ഡോക്ടറെ ചികിത്സിക്കാൻ തുടങ്ങി. ഡോക്ടർക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്തിനാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത്? ആരാണ് നമ്മെ പടച്ചുവിട്ടത്? ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? അള്ളാഹുവിന്റെ കലാം പരിശുദ്ധമായ ഖുർആനിൽ നിന്ന്, മുത്തുനബിയുടെ ജീവിതത്തിൽ നിന്ന് ഒരു മുഅ്മിൻ പഠിച്ച ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളും പാഠങ്ങളും, നമ്മൾ പോകേണ്ട ലോകവും രാജാതിരാജനായ റബ്ബിനെയും അള്ളാഹുവിനെയും ഒക്കെ പരിചയപ്പെടുത്തി, ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി. ഈ ഡോക്ടറുടെ മനസ്സിന് സമാധാനം കിട്ടാൻ തുടങ്ങി. ജീവിതത്തിന്റെ ലക്ഷ്യം കുറെ പണം നേടലല്ല, ജീവിതത്തിന്റെ ലക്ഷ്യം ഇവിടെ കുറെ പ്രവർത്തനങ്ങൾ നടത്താനല്ല, ജീവിതത്തിന്റെ ലക്ഷ്യം കുറെ തിന്നും മുടിച്ചും ജീവിതം അങ്ങനെ ആസ്വദിച്ചും മൃഗങ്ങളെപ്പോലെ ജീവിക്കലല്ല. ഇദ്ദേഹം ചോദിച്ചു ഈ ഡോക്ടറോട്, നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സന്തോഷം കിട്ടാൻ, എന്റെ കണ്ണിന് സന്തോഷം കിട്ടാൻ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്ന പല കാഴ്ചകളും കാണാറുണ്ട്. കണ്ണിന് സന്തോഷം കിട്ടാൻ, കണ്ണിനെ സന്തോഷിപ്പിക്കാൻ, എനിക്ക് കണ്ണിന് ആനന്ദം കിട്ടാൻ ഞാൻ പലതും കാണാറുണ്ട്. ആ കാണുന്ന കാഴ്ചകൾ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അത് കൊടിയ ഹറാമുകളാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കണ്ണിനെ സന്തോഷിപ്പിക്കാൻ നമ്മൾ പല കാഴ്ചകളും കാണാൻ ആഗ്രഹിക്കുന്നു, അത് നല്ലൊരു ശതമാനവും ഹറാമുകളാവും. കാതിനെ സന്തോഷിപ്പിക്കാൻ എന്താണ് നിങ്ങൾ ചെയ്യാറുള്ളത്? ഞാൻ സംഗീതം കേൾക്കാറുണ്ട്, മ്യൂസിക് കേൾക്കാറുണ്ട്. കാതിനെ സന്തോഷിപ്പിക്കാൻ, കണ്ണിനെ സന്തോഷിപ്പിക്കാൻ, ശരീരത്തെ സന്തോഷിപ്പിക്കാൻ, ഓരോ അവയവങ്ങളെ സന്തോഷിപ്പിക്കാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആ മനുഷ്യന് സമാധാനം കിട്ടുന്നില്ല. സമാധാനം കിട്ടാൻ സന്തോഷം എന്നത് കണ്ണിലല്ല, നാക്കിലല്ല, കാതിലല്ല, അവയവങ്ങളിലല്ല. അതൊക്കെ താൽക്കാലികമായ ഒരു രസങ്ങൾ മാത്രമാണ്. നാക്കിന്റെ സന്തോഷം രുചിഭേദങ്ങളിലാണ്. അത് ഭക്ഷണം നല്ല വിശപ്പുള്ള സമയത്ത് അതിന്റെ ആ രുചി അനുഭവിക്കുമ്പോൾ വയറ് നിറഞ്ഞാൽ അതും കഴിഞ്ഞു. ശരീരത്തിന്റെ ചില ആനന്ദങ്ങൾ, അത് ലൈംഗികമായ ആനന്ദമാണെങ്കിൽ അത് സ്ഖലനം സംഭവിക്കുന്നതോടുകൂടെ ആ ആനന്ദവും കഴിഞ്ഞു. ഒന്നും സ്ഥായിയല്ല, താൽക്കാലികമാണ്. ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, ശരീരത്തിന്റെ സുഖങ്ങൾ താൽക്കാലികമാണ്. വേദനിക്കുന്ന, എരിപൊരി കൊള്ളുന്ന, രോഗത്തിന്റെ വേദന കൊണ്ട്, ശരീരത്തിൽ മുറിവ് പറ്റിയതിന്റെ നീറിപ്പുകച്ചലുകൊണ്ട് വേദനിച്ചു കിടക്കുന്ന ഒരു രോഗിയുടെ മുന്നിൽ എന്തെങ്കിലും ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചകൾ കാണിച്ചാൽ അയാൾക്കതിന് താല്പര്യമില്ല. കാരണം അയാൾ അപ്പോൾ അത് ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഏത് ഘട്ടത്തിലും മനുഷ്യന് സമാധാനമുണ്ടായിത്തീരേണ്ടത് ഖൽബിലാണ്, മനസ്സിലാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖൽബുകൾക്ക് ശാന്തിയും സമാധാനവും കിട്ടണമെങ്കിൽ അല്ലാഹു ഖൽബിലുണ്ടാവും. അല്ലാഹുവിന്റെ ഓർമ്മ, പടച്ചറബിന്റെ സ്മരണ, അല്ലാഹുവിന്റെ ദിക്ർ അത് ഖൽബിലുണ്ടാവണം. അപ്പോഴാണ് സമാധാനമുണ്ടാവുക, അപ്പോഴാണ് ശാന്തി ഉണ്ടാവുക. ആര് കൈയൊഴിഞ്ഞാലും, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, എന്തൊക്കെ രോഗങ്ങൾ വന്നാലും നമുക്ക് പോകാൻ അല്ലാഹുവിലേക്ക് ആ ഒരു ബോധം ഒരു മുഅ്മിനിന്റെ ഖൽബിലേക്ക് കയറിയാൽ അവനാണ് ഏറ്റവും വലിയ സന്തോഷവാൻ. അലാ, നിങ്ങൾ അറിയണം, ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ദുഃഖമില്ല, സങ്കടങ്ങളില്ല, ഭയമില്ല, വെപ്രാളങ്ങളില്ല. പിന്നെ അവർക്ക് എന്താ ഉള്ളത്? അവർക്ക് വസ്ത്രങ്ങളുണ്ടോ? ഇഷ്ടം പോലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അവർ ധരിക്കുന്നവരാണോ? അല്ല. ഏറ്റവും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണോ? അല്ല. അവരേറ്റവും വലിയ വിലപിടിപ്പുള്ള മണിമാണികളിൽ കടന്നുറങ്ങുന്നവരാണോ? അല്ല. അവർ വലിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണോ? അല്ല. ദുനിയാവിനെ പരിത്യജിച്ച് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു കണ്ടില്ലേ, നല്ല കുളിർമയുള്ള മനോഹരമായ തന്റെ വീട്ടിന്റെ ഉള്ളിൽ
പട്ടുമെത്തകൾ വിരിച്ച് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് പക്ഷേ ഉറക്കു വരുന്നില്ല, വെപ്രാളമാണ്, ശരീരം തളരുകയാണ്, ശരീരം വയർക്കുകയാണ്, ഉറങ്ങാൻ കഴിയാതെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലൂടെ ഉലാത്തുന്ന നേരത്താണ് റോട്ടിന്റെ അരികെ ഒരാൾ ഒരു കരിങ്കല്ല് തലയിണയാക്കി വെച്ച് കിടന്നുറങ്ങുന്നത് കണ്ടത്. മഹാനവറുകൾ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ആ മനുഷ്യനെ വിളിച്ചു. ഒരു ഫക്കീറായ ഒരു മനുഷ്യൻ, ഒരു ഫക്കീർ സുഖമായി ഉറങ്ങുകയാണ്, സമാധാനത്തോടുകൂടെ ഉറങ്ങുകയാ. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിച്ചു. ഒരു ഉണക്കറൊട്ടിയുടെ പകുതി കാണിച്ചു കൊടുത്തു. ഈ റൊട്ടിയുടെ പകുതി ഞാൻ കഴിച്ചു, അൽഹംദുലില്ലാ, എന്റെ വിശപ്പടങ്ങി. ഒരു പാത്രത്തിലെ തോൽപാത്രത്തിലെ ഒരൽപ്പം വെള്ളം കാണിച്ചു കൊടുത്തു. ഞാനിതിൽ വെള്ളം കുടിച്ചു, ബാക്കി ഇതാ വെള്ളം. എനിക്ക് തലചായ്ക്കാൻ ഇതാ തലയുണയുണ്ട്, കല്ലാണെങ്കിലും ഞാൻ സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങുന്നു. എനിക്ക് യാതൊരു ടെൻഷനുമില്ല, വേദനയുമില്ല, വെപ്രാളങ്ങളുമില്ല. അതല്ലേ സമാധാനം? സമാധാനം കൊട്ടാരത്തിലല്ല, അവിടെ വെഞ്ചാമനം വീശുന്ന തോഴിമാരുണ്ട്, അവരിൽ നിന്നല്ല. ഏറ്റവും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുണ്ട്, അവിടെയല്ല. അവിടെ സമാധാനമല്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, വേർക്കാണ്, വെപ്രാളപ്പെടുകയാണ്. സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങുന്നു ഈ മനുഷ്യൻ. അപ്പോൾ എന്താണ് സന്തോഷം, എന്താണ് സമാധാനം? ബഹുമാനപ്പെട്ട ശൈഖ് ശുറൈഹുൽ ഖാളി റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്നി ലഉസാബുൽ മുസീബ, എനിക്കെന്തെങ്കിലും മുസീബത്ത് വന്നാൽ ഫഅഹ്മദുല്ലാഹ അലൈഹാ 4 മർറാത്ത്, എനിക്ക് മുസീബത്ത് വന്നാൽ ഞാൻ 4 വട്ടം അല്ലാഹുവിനെ സ്തുതിക്കും. എനിക്കെന്തെങ്കിലും മുസീബത്ത് വന്നാൽ ഞാൻ 4 തവണ അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. എനിക്ക് മുസീബത്ത് വന്നാൽ മനസ്സിലാക്കണം, എനിക്കൊരു സന്തോഷം വന്നാലല്ല, എനിക്കൊരു നിഅമത്ത് കിട്ടിയാൽ ഞാൻ 4 വട്ടം സ്തുതിക്കുമെന്നല്ല. എനിക്കൊരു മുസീബത്ത് വന്നാൽ, ഒരാപത്ത് വന്നാൽ ഞാൻ അതിന്റെ പേരിൽ ചെയ്യുക റബ്ബിനെ 4 വട്ടം സ്തുതിക്കലാണ്. ഒന്ന്, അഹ്മദു ഇല്ലം യകുൻ അഅ്ളമ മിൻഹാ, ഇത്രല്ലേ പറ്റിയുള്ളൂ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയും. ഒരപകടത്തിൽ പെട്ട് കൈയൊടിഞ്ഞു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഇത്രല്ലേ പറ്റിയുള്ളൂ. ഇനി 2 കൈയും 2 കാലും മുറിഞ്ഞു, എന്നാലും അപ്പോഴും അൽഹംദുലില്ലാ, ഇത്രല്ലേ പറ്റുള്ളൂ. എനിക്കൊരു മുസീബത്ത് വന്നാൽ, എനിക്കൊരു രോഗം വന്നാൽ, അല്ല, ഇത്ര അൽഹംദുലില്ലാ, ഇത്രല്ലേ വന്നു, ഈ രോഗല്ലേ വന്നു, ഇതിനേക്കാൾ വലിയ രോഗികളില്ലേ, ഇത്രയല്ലേ എനിക്ക് വന്നുള്ളൂ, ഇതിനേക്കാൾ വലുത് എനിക്ക് വന്നില്ലല്ലോ എന്ന കാര്യം ആലോചിച്ച് ഞാൻ റബ്ബിന് ശുക്ർ ചെയ്യും, അല്ലാഹുവിനെ സ്തുതിക്കും. വഅഹ്മദു ഇൻ റസഖനി അസ്സബ്റ അലൈഹാ, രണ്ടാമത്തെ ഹംദ്, രണ്ടാമത്തെ സ്തുതി എന്തിനാണെന്നറിയോ? എനിക്ക് ഈ വേദന, ഈ രോഗം, ഈ ആപത്ത്, ഈ മുസീബത്ത് വന്നപ്പോ ക്ഷമിക്കാൻ അല്ലാഹു എനിക്ക് കരുത്ത് തന്നു. ഞാൻ ക്ഷമിച്ചു, ക്ഷമിക്കാൻ എനിക്ക് അല്ലാഹു കരുത്ത് തന്നു. ഫഅഹ്മദു ഇദാ റസഖനി അസ്സബ്റ അലൈഹാ, ക്ഷമിക്കാൻ ആ വേദന, രോഗം വന്നപ്പോ സബൂറായി. റബ്ബിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ ഖളാ ആണ്, ഞാൻ അതിൽ ക്ഷമിക്കുന്നു. ആ ക്ഷമിക്കാൻ അല്ലാഹു കഴിവ് തന്നതിനാണ് രണ്ടാമത്തെ അൽഹംദുലില്ലാ. വഅഹ്മദു ഇദ് വഫഖനി അൽ ഇസ്തിർജാ ലിമാ അർജു മിനസ് സവാബ്, അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് മുസീബത്ത് വന്നാലും, ആരെങ്കിലും മരിച്ചാൽ മാത്രമല്ല, നമുക്കൊരു അപകടം പറ്റി, അല്ലെങ്കിൽ നമ്മുടെ ആർക്കെങ്കിലും ഒരു അപകടം പറ്റിയെന്ന് കേട്ടു, നമുക്കൊരു മുസീബത്ത് എത്തിയാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാ. എന്തിനാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയുന്നത്? ലിമാ അർജു മിനസ് സവാബ്, അല്ലാഹുവിൽ നിന്നുള്ള കൂലി, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. ഇന്നാ ലില്ലാഹ്, മരിച്ചാലും അപകടം പറ്റിയാലും എന്ത് ആപത്ത് സംഭവിച്ചാലും ഞങ്ങളൊക്കെ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്, പടച്ചറബിനുള്ളവരാ. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ ആ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാ. ആ ഒരു ഓർമ്മ, ആ ഒരു ചിന്ത ഒരു മുഅ്മിനിന്റെ ഖൽബിൽ ഉണ്ടായാൽ, എന്നിട്ട് അവൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിന്റെ തീരുമാനമാണ്, ഇനി ഈ തീരുമാനം കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും അവസാനം ആ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്നൊരു ചിന്ത മുഅ്മിനിന്റെ ഖൽബിലുണ്ടായി അല്ലാഹുവിൽ നിന്ന് കൂലി ആഗ്രഹിക്കുക. എനിക്ക് രോഗം വന്നാൽ അല്ലാഹു കൂലി തരും, എനിക്ക് അപകടം പറ്റി ഈ വേദന സഹിച്ചാൽ അതിന് അല്ലാഹു എനിക്ക് സവാബ് തരും, എനിക്ക് നഷ്ടം സംഭവിച്ചാൽ അതിന് അല്ലാഹു പരലോകത്ത് എനിക്ക് കൂലി തരും
എന്ന് ആപത്ത് മുസീബത്ത് വരുമ്പോ ഇതിന് പകരം റബ്ബ് എനിക്ക് കൂലി തരുമെന്ന പ്രതീക്ഷ, അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. മൂന്നാമത്തത്, നാലാമത്തത് വഅഹ്മദു ഇദ് ലം യജഅൽഹാ ഫീ ദീനി, അത് എന്റെ ദീനിലായില്ലല്ലോ ഈ മുസീബത്ത്. അല്ലേ? സഹൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, മഹാനവറുകളെ, എന്റെ പണം, എന്റെ പൈസ അതാ കള്ളം കട്ടുണ്ടോയി. മഹാനവറുകൾ കേട്ടോണ്ട് അൽഹംദുലില്ലാഹ്. അപ്പൊ എന്തേ നിങ്ങളിപ്പോ എന്റെ മുതല് പോയി കള്ളം കടന്നു കട്ടുണ്ടോ എന്നാണ് നിങ്ങൾ അൽഹംദുലില്ലാഹ്. നിന്റെ കൽബിൽ ഇബ്ലീസ് കയറി നിന്റെ ഈമാൻ കട്ടുകൊണ്ടുപോയില്ലല്ലോ എന്നാ. നിന്റെ പണല്ലേ കട്ടുണ്ടോയത്? പണം പോയാ പണം വരും. നിന്റെ കൽബിൽ അള്ളാഹു ചെയ്തെന്ന ഏറ്റവും വലിയ നിഅമത്ത് ഈമാൻ, അത് നിന്റെ കൽബിൽ കിടക്കുന്ന ഏറ്റവും വലിയ കള്ളനായ ഇബ്ലീസ്, അവൻ നിന്റെ കൽബിൽ കടന്ന് ഈമാൻ കട്ടുകൊണ്ടുപോയിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ്, അതല്ലേ ഏറ്റവും വലിയ നിഅമത്ത്. അതാണ് ഇവിടെ. എനിക്ക് ഇവിടെ സംഭവിച്ചു, എന്റെ സമ്പത്തിൽ നഷ്ടം പറ്റി, എന്റെ ശരീരത്തിൽ മുറിവ് പറ്റി, രോഗം വന്നു, അപകടം വന്നു, എന്റെ ദീൻ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ്, എന്റെ ദീനിൽ എനിക്ക് മുസീബത്ത് വന്നിട്ടില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ മുസീബത്ത് എന്ന് മഹാന്മാര് ചിന്തിക്കുന്നത്. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ചില ആളുകളൊക്കെ വലിയ മാരകമായ രോഗം വന്നാൽ അള്ളാഹുവിനെ കുറ്റം പറയുകയും പടച്ച റബ്ബിനെ ശകാരിക്കുകയും, ഈ പടച്ചോന് എന്നെ മാത്രം ഈ നിസ്കരിക്കാനും ജുമുഅക്കും നോലുമ്പും ഒക്കെ എത്ര പൈസ ഞാൻ ചെലവാക്കിയിട്ടുണ്ട് അള്ളാന്റെ മാർഗത്തിൽ, എന്നിട്ടൊക്കെ എനിക്കെന്നെ അള്ളാഹു ഈ മാരകമായ രോഗം തന്നല്ലോ, ക്യാൻസർ തന്നല്ലോ, കിഡ്നി നഷ്ടപ്പെടുത്തിയല്ലോ, എന്റെ കൂട്ടിനെ അള്ള മരിപ്പിച്ചല്ലോ, ഈ അള്ള എന്നോട് വലിയ ഉപദ്രവം ചെയ്യാണ് എന്നൊരു ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ പോയി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. എല്ലാ ബലാവും എല്ലാ മുസീബാത്തും എല്ലാം അത് അള്ളാന്റെ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കുകയും അതിനൊക്കെ പ്രതിഫലം നൽകുകയും പടച്ച റബ്ബിൽ നിന്ന് കൂലി കിട്ടുകയും ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ടാകുമ്പോ അങ്ങനെ 4 വട്ടം സ്തുതിച്ചാൽ മതിയോ? ശുറൈഉൽ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 4 വട്ടം സ്തുതിക്കും എന്ന് ചിന്തിച്ചാൽ പിന്നെയും അങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കാനാണ്. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയ റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഇന്നസ് സബ്റ അലൽ മുസീബ, ഒരു മുസീബത്ത് വന്ന് ഒരാൾ ക്ഷമിച്ചാൽ യുക്തബു ലഹു ലിൽ അബ്ദി 300 ദറജ, 300 ദറജ അവന്റെ കിതാബിൽ രേഖപ്പെടുത്തും. ക്ഷമക്കുള്ള കൂലി. മുസീബത്ത് വന്ന് ക്ഷമിച്ചാൽ, ഒരു മുസീബത്തെ വന്നു മുഅ്മിനെ നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് മാരകമായ രോഗങ്ങൾ വന്ന് വേദന കൊണ്ട് പൊളയുന്ന രോഗികളെ നമ്മൾ കാണുമ്പോ, വെപ്രാളങ്ങൾ കാണുമ്പോ, ഓരോരുത്തർക്ക് എത്തിയ ബലാ മുസീബത്തുകൾ കാണുമ്പോ റബ്ബ് തആല കാത്തുരക്ഷിക്കട്ടെ. ആർക്കാണ് എപ്പോഴാണ് വരാന്ന് പറയാൻ കഴിയൂല. ആർക്കാണ് അള്ളാന്റെ പരീക്ഷണങ്ങൾ, മുസീബത്തുകൾ, രോഗങ്ങൾ എപ്പോഴാ വരാ പറയാൻ കഴിയൂല. ആ മുസീബത്ത് വന്നാൽ ഒരു മുഅ്മിനിന്റെ ഒന്നാമത്തെ ചുമതല ക്ഷമിക്കലാണ്, സബറാണ്. അസ്സബറു നിസ്ഫുൽ ഈമാൻ. ക്ഷമിച്ചാൽ 300 ദറജ നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്തും. ഒരു ക്ഷമക്ക്, ഒരു ബലായിൽ, ഒരു മുസീബത്തിൽ ക്ഷമിച്ചാൽ. ഇനി ത്വാഅത്തിന്റെ മേൽ ക്ഷമിച്ചാൽ അതിനേക്കാൾ കൂലിയാണ്. ത്വാഅത്തിന്റെ മേൽ ക്ഷമിച്ചാൽ യുക്തബു ബിഹി ലിൽ അബ്ദി 600 ദറജ, 600 ദറജ ഇരട്ടി, 300 ദറജ കൂലി. ബലാ മുസീബത്തുകൾക്ക് ക്ഷമിച്ചാൽ, ത്വാഅത്ത് ഇബാദത്തുകൾ, വഴിപ്പെടലുകൾ, അതിന്റെ മേൽ ക്ഷമിച്ചാൽ അതൊരു വല്ലാത്തൊരു ക്ഷമയാണ്. കാരണം നമ്മള് പുണ്യമായ റമദാനിൽ ഒരു 3 ഖത്തം ഓതണം, 5 ഖത്തം ഓതണം, അതിന് തീരുമാനിച്ച് അതാണ് നടപ്പാക്കുക. കഴിഞ്ഞു കിട്ടണ്ടേ അല്ലേ? നമ്മൾ ഇത്ര ദിക്ർ ചൊല്ലണം തീരുമാനിച്ചു, നോമ്പെടുക്കണം എന്ന് തീരുമാനിച്ചു, അതിന് സബൂർ കിട്ടണ്ടേ, ക്ഷമ വരണ്ടേ? ക്ഷമിച്ച് റമദാൻ അങ്ങ് കഴിഞ്ഞ് കിട്ടി, ഇനി പെരുന്നാൾ കഴിഞ്ഞാ പിന്നെ 6 നോമ്പ്, അതൊക്കെ ഉണ്ട്. നോൽക്കാന്ന് പറഞ്ഞാൽ സബൂർ കിട്ടണ്ടേ, ക്ഷമ വേണ്ടേ അല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല സബർ ഉണ്ടെങ്കിൽ തന്നെയാണ് ത്വാഅത്തുകളിൽ ക്ഷമിക്കാൻ കഴിയും. ഇനി ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കണം, ശ്രദ്ധിക്കണം. നിസ്കരിക്കാണ്, തറാവിയെ നിസ്കരിക്കാണ്, അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു കിട്ടാൻ ഒരു ബേജാറ് അല്ലേ? 1 മണിക്കൂർ കഴിഞ്ഞു കിട്ടുമ്പോഴേക്ക് നമ്മൾ ആകെ ക്ഷീണിക്കാണ്, സബൂർ പോവുകയാണ്. പിന്നെ ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത 1 മണിക്കൂർ എന്താ പണിയെന്ന് ചോദിച്ചാൽ പണിയൊന്നുമില്ല.
പക്ഷെ എന്നാലും സബർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഇബാദത്തുകളിൽ ക്ഷമിച്ചാൽ അതിനേക്കാൾ ഇരട്ടി 600 ദർജ. ഇനിയോ വഇന്ന സബ്റ അനിൽ മആസി, പാപങ്ങളിൽ നിന്ന് ക്ഷമിച്ചാൽ അതിന് യുക്തബു ലഹു ബിഹി 900 ദർജ, 900 ദർജ. അതിനേക്കാൾ പിന്നുണ്ട് അവിടെ അല്ലേ? 300, 600, 900. പാപങ്ങളിൽ ക്ഷമിക്കാൻ കഴിയാം. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടി ക്ഷമിക്കാൻ കഴിയാം. അത് ഏറ്റവും വലിയ ക്ഷമയാണ്. ഒരു രോഗം വന്ന് ക്ഷമിക്കൽ അത് നിവൃത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മരിച്ചുപോയി, മകൻ മരിച്ചു അല്ലെങ്കിൽ ഭാര്യ മരിച്ചു, ക്ഷമിക്കൽ അത് നിവൃത്തില്ലല്ലോ. അതിനേക്കാൾ വലിയ ക്ഷമയാണ് ഇബാദത്തുകൾ ക്ഷമിക്കാൻ കഴിയുക. ആ ക്ഷമയുള്ള ആളുകൾക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ കഴിയും. അതിനേക്കാൾ വലിയ ക്ഷമയാണ് പാപം ചെയ്യാൻ അവസരം കിട്ടി ക്ഷമിക്കുക. പാപം ചെയ്യാൻ അവസരം കിട്ടി ക്ഷമിക്കുക. ചെറിയ പാപോ വലിയ പാപോ എന്താവട്ടെ, അതങ്ങൾ സബൂറായിട്ട് വേണ്ട, അത് ചെയ്യാൻ പാടില്ല, അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് തെറ്റുകളിൽ നിന്ന് സബൂറായി ക്ഷമിച്ച് മാറിയാൽ അതാണ് ഏറ്റവും വലിയ ക്ഷമ എന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുഅ്മിനെ, സന്തോഷത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ ക്ഷമയാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നതാണ് സന്തോഷം. ബഹുമാനപ്പെട്ട സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിക്ക് നടന്നു പോകുമ്പോ മർറ ബിറജുലിൻ അഅമാ അബ്റസ്, ഒരാള് കണ്ണ് കാണൂല, രണ്ട് കണ്ണും നഷ്ടപ്പെട്ട് ശരീരത്തിൽ പല രോഗങ്ങളും ബാധിച്ച്, വെള്ളപ്പാണ്ട് ബാധിച്ച്, മാത്രമല്ല മദ്റൂബുൽ ജംബൈനി ബിഫാലിജ്, ശരീരം തളർന്ന് പക്ഷപാതം പിടിപെട്ട് ശരീരം കുഴഞ്ഞ്, വഖദ് തനാതറ ലഹ്മുഹു മിനൽ ജുദാം, കുഷ്ഠം ബാധിച്ച് അവയവങ്ങളൊക്കെ മുറിഞ്ഞുപോയി, വിരലുകളൊക്കെ മുറിഞ്ഞുപോയി, അവയവങ്ങളൊക്കെ മാംസങ്ങളൊക്കെ മുതിർന്നുപോയി. അങ്ങനത്തെ ഒരാള് ഇനി വരാനൊന്നുമില്ല അല്ലെ? വെള്ളപ്പാണ്ടുണ്ട്, കുഷ്ഠുണ്ട്, ശരീരം പക്ഷപാതം പിടിച്ച് തളർന്നിട്ടുണ്ട്, കണ്ണ് കാണൂല, മാരകമായ ഒരുപാട് രോഗങ്ങൾ പിടിച്ച് തളർന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങനെ കടന്ന് പറയണെന്താണെന്നറിയോ? അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതുലിയ ബിഹി കസീറൻ മിൻ ഖൽഖി. ഒരുപാട് ആളുകളെ പരീക്ഷിച്ച പരീക്ഷണം എനിക്ക് തരാത്ത റബ്ബേ, നിനക്കാണ് സർവസ്തുതി. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി, എനിക്ക് സുഖം തന്ന അല്ലാഹുവിനാണ് സർവസ്തുതി. അൽഹംദുലില്ലാ അല്ലദീ ആഫാനി, എനിക്ക് അല്ലാഹു ആഫിയത്ത് തന്നു, എനിക്ക് അല്ലാഹു സുഖം തന്നു, എനിക്ക് അല്ലാഹു ഐശ്വര്യം തന്നു. എന്തിൽ നിന്ന്? മിമ്മ ബതുലിയ ബിഹി കസീറൻ മിൻ ഖൽഖി, അല്ലാഹുവിന്റെ ഒരുപാട് പടപ്പുകൾ അവർക്ക് പരീക്ഷിച്ച ആ പരീക്ഷണം എനിക്ക് തന്നില്ല. അൽഹംദുലില്ലാ, അള്ളാന്റെ ഒരുപാട് പടപ്പുകൾക്ക് കൊടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് എന്നെ അള്ളാഹു രക്ഷപ്പെടുത്തി എനിക്ക് ആഫിയത്ത് തന്നു, എനിക്ക് സുഖം തന്നു, സൗഖ്യം തന്നു. അങ്ങനത്തെ റബ്ബിനാണ് സർവസ്തുതി. അൽഹംദുലില്ലാ. ഇയാളങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹാനായ ഈസാ നബി ചോദിച്ചു, ഫഖാല ലഹു യാ ഹാദാ, അല്ല മനുഷ്യ, അയ്യു ശൈഇൻ മിനൽ ബലാ അറാഹു മസ്റൂഫൻ അൻക, നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കാൻ, ബലാ ഒരുപാട് ആളുകൾക്ക് കൊടുത്ത ബലാ എനിക്ക് അല്ലാഹു തന്നില്ല, എന്നെ അല്ലാഹു രക്ഷപ്പെടുത്തി, എനിക്ക് ആഫിയത്ത് തന്നു, എന്ന് സുഖം തന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലാഹുവിനെ സ്തുതിക്കാൻ നിങ്ങൾക്ക് ഇനി എന്ത് ബലാ ആണ് വരാനുള്ളത്? എന്ത് ബലാ നിങ്ങൾക്ക് വരാത്തത്? ഏത് ബലാ നിങ്ങളെ തൊട്ട് അല്ലാഹു തിരിച്ചു കളഞ്ഞത്? നിങ്ങൾക്ക് വലിയ മാരകമായ രോഗങ്ങളൊക്കെ ഉണ്ട്, കണ്ണിന്റെ കാഴ്ച പോയി, മാംസങ്ങളൊക്കെ ഉതിർന്നുപോയി, കുഷ്ഠം, വെള്ളപ്പാണ്ട്, പക്ഷപാതം, മാരകമായ പല രോഗങ്ങൾ. നിങ്ങൾക്ക് ഈ വലിയ ബലാ മുസീബത്ത് എത്തിയിട്ട് നിങ്ങളിപ്പോഴും അൽഹംദുലില്ലാഹില്ലദീ ആഫാനി എന്ന് പറഞ്ഞ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അപ്പോൾ ഇതാരാണ് എന്ന് ചോദിച്ചു. ഇതാരാണ്? അന ഈസാ, ഞാൻ ഈസായാണ്, ഈസാ നബിയാണെന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, യാ റൂഹുല്ലാഹി സയ്യിദുനാ ഈസാ നബിയേ, അന ഖൈറും മിമ്മൻ ലം യജാലില്ലാഹു ഫീ ഖൽബി മാ ജാല ഫീ ഖൽബി മിൻ മഅരിഫത്തി. അല്ലാഹു എന്റെ ഖൽബിൽ ഈമാനും മഅരിഫത്തും തന്നില്ലേ? ഈസാ നബിയെ ലോകത്ത് ഏറ്റവും ഒരു ഭൂരിപക്ഷം വരുന്ന പടപ്പുകളുടെ ഖൽബിൽ അല്ലാഹു കൊടുക്കാത്തതല്ലേ അത്? എന്റെ ഖൽബിൽ അല്ലാഹു നല്ല ഈമാനും അല്ലാഹുവിന്റെ മഅരിഫത്തും
ഈമാനും എന്റെ ഖൽബിൽ അള്ളാഹു നിറച്ചു തന്നു. അതല്ലേ ഏറ്റവും വലിയ ആഫിയത്ത്, അതല്ലേ ഏറ്റവും വലിയ സുഖം. ആ ഈമാൻ നഷ്ടപ്പെടലല്ലേ ഏറ്റവും വലിയ ബലാ. അതെനിക്ക് അള്ളാഹു നഷ്ടപ്പെടുത്തിയില്ലല്ലോ. അള്ളാഹു എനിക്ക് ഏറ്റവും വലിയ നിഅമത്ത് തന്നില്ലേ. എന്റെ ഖൽബിൽ ഈമാൻ അള്ളാഹു നിറച്ചു, മാരിഫത്ത് അള്ളാഹു നിറച്ചു. അതാണ് അള്ളാഹു എനിക്കെന്ന ഏറ്റവും വലിയ ആഫിയത്ത്, ഏറ്റവും നല്ല സുഖം, ഏറ്റവും നല്ല സന്തോഷം, ഏറ്റവും നല്ല നിഅമത്ത്. അത് നഷ്ടപ്പെട്ടാൽ എനിക്ക് സഹിക്കാൻ കഴിയൂല. അത് നഷ്ടപ്പെട്ടു പോയ എത്ര ആളുകൾ, അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ എത്ര ഭാഗ്യവാനാ. അതിനാണ് ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖസ്സദഖത, നിങ്ങൾ പറഞ്ഞത് സുദ്ഖാണ്, സത്യമാണ്. ഹാത്തി, അതൊക്കെ നിങ്ങളുടെ കൈയൊന്ന് നീട്ടണം എന്ന് പറഞ്ഞു. കൈ നീട്ടിക്കൊടുത്തു. ഫനാവലഹു യദഹു, കൈ നീട്ടിക്കൊടുത്തു. ഈസാ നബി അലൈഹിസ്സലാം ആ കൈ പിടിച്ചു. കുഷ്ഠം ബാധിച്ച കൈ പിടിച്ചു, വെള്ളപ്പാണ്ട് ബാധിച്ച കൈ പിടിച്ചു. സുബ്ഹാനല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത അത്ഭുതകരമായ കഴിവായിരുന്നല്ലോ. ഈസാ നബി ശരീരത്തിലൊന്ന് തടവിയാൽ കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറും, വെള്ളപ്പാണ്ട് മാറും, മാരകമായ രോഗങ്ങൾ മാറും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാറ്റിക്കൊടുത്തു. ഈസാ നബി ആ കൈ പിടിച്ചൊന്ന് തടവിയതോടുകൂടെ പടച്ച റബ്ബ് അദ്ദേഹത്തിന്റെ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുത്തു. ഫൈദാഹു അഹ്സനുൻ നാസി വജ്ഹാ വഅഫ്ളലുഹും ഹൈആ. പിന്നെ രോഗം മാറിയപ്പോ എല്ലാ രോഗവും മാറി. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മോചിതത്വ കൊണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സുന്ദരനും ഏറ്റവും നല്ല മുഖമുള്ളവരും നല്ല ശരീരഭംഗിയുള്ളവരും ആരോഗ്യമുള്ളവരുമായി മാറിയ മനുഷ്യൻ أذهبه الله أن ما كان به ببركة الله عن ربي فصحب عيسى عليه السلام مدة وتعبد معه. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതകാലം, ബാക്കിയുള്ള ജീവിതകാലം ഈസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെ കൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അങ്ങനെ കഴിഞ്ഞുകൂടി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. മഹദിയായ റാബിയത്തുൽ നദവിയ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മഹദി അവറുകളെ, മത്താ യകൂനുൽ അബ്ദു റാദിയ, ഒരടിമ, അല്ലാഹുവിന്റെ ഒരടിമ അല്ലാഹുവിൽ തൃപ്തിയുള്ളവൻ എപ്പോഴാണ് ആവാന്ന്? മത്താ യകൂനുൽ അബ്ദു റാദിയ, ഒരാള് അല്ലാഹുവിൽ സംതൃപ്തനായ ഒരു അടിമയായി മാറുക എപ്പോഴാണ്? അല്ലാഹുവിൽ പൊരുത്തപ്പെട്ടവനായി, പടച്ച റബ്ബിൽ റിളയുള്ളവനായ ഒരു അടിമ എപ്പോഴാ മാറുക? അപ്പോൾ മഹദി പറഞ്ഞു, ഇദാ സറത്തുഹുൽ മുസീബത്തു കമാ സറത്തുഹുൻ നിഅമ. ഒരു നിഅമത്ത് കിട്ടിയാൽ ഒരു മനുഷ്യന് സന്തോഷം എത്ര ഉണ്ടാവും, അതേ സന്തോഷം മുസീബത്ത് എത്തിയാലും സന്തോഷിക്കാൻ കഴിയണം. അപ്പോഴാണ് ഒരു മനുഷ്യൻ അല്ലാഹുവിൽ റാളിയാവുക, തൃപ്തിയുള്ളവനാവുക. അത് നല്ലൊരു പാഠാണ് അല്ലെ? നമ്മൾ ചിന്തിക്കണം. നമുക്ക് പ്രതീക്ഷിക്കാത്ത രൂപത്തില് വലിയൊരു സംഖ്യ കിട്ടിയാൽ ആ സമയത്തുണ്ടാകുന്ന സന്തോഷം. 50,000 റുപ്യ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ അപ്പൊ ഉണ്ടാകുന്ന സന്തോഷം എത്രയാണ്? 50,000 റുപ്യ നമ്മൾ ഒരുപാട് അടങ്ങറായി അധ്വാനിച്ചുണ്ടാക്കി കഷ്ടപ്പെട്ട് 1 കൊല്ലം 2 കൊല്ലമൊക്കെ അധ്വാനിച്ച് സ്വരൂപിച്ചുണ്ടാക്കി ഒരു 50,000 റുപ്യ ആണ് കള്ളം കട്ടുകൊണ്ടുപോയാൽ അപ്പൊ ഉണ്ടാവുന്ന ടെൻഷൻ എത്രയാണ് അല്ലേ? എന്നാ ഇത് ഈ 50,000 കിട്ടിയപ്പോഴുള്ള അതേ സന്തോഷം തന്നെ ഈ 50,000 പോയാലും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചങ്ങയ്ക്ക് മാനസികമാണ് അല്ലേ? അങ്ങനല്ലേ പറയാം? അല്ല, സംഗതി ഇപ്പൊ 50,000 ഓനക്ക് ഓന്റെ 50,000 ഓന്റെ പണ്ടോ മുതലും കള്ളം കുടിക്കേറി കട്ടുടയപ്പോ ഓനക്ക് ഭയങ്കര സന്തോഷം. ഇത് ഓനക്ക് പിരാന്നാ തോന്നുന്നു പറയുമ്പോൾ
അപ്പോഴാണ് അങ്ങനെ ഒരു മനസ്സ് നമുക്ക് വരുന്നില്ലല്ലോ, ചിന്തിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ അല്ലേ? ആഗ്രഹിച്ച ഒരാൺകുട്ടി ജനിച്ചു അല്ലേ? അപ്പൊ ഉണ്ടാവണ സന്തോഷം അൽഹംദുലില്ലാഹ്. ആ ആൺകുട്ടിയെ കൊണ്ട് ഏറ്റവും നല്ല സന്തോഷമുള്ള ഘട്ടത്തിൽ റബ്ബ് തആല ആ കുട്ടിയെ തിരിച്ചെടുത്തു. അപ്പോൾ ഈ കുട്ടി ഉണ്ടായ അതേ സന്തോഷം ആ കുട്ടി മരിച്ചാലും ഉണ്ടാവുക. അതാണല്ലോ ഈ പറഞ്ഞത്. മഹദിയായ റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് അതാ. കണ്ണിന് നല്ല കാഴ്ച ഉണ്ടായപ്പോഴുള്ള സന്തോഷം, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അപ്പോഴും അതേ സന്തോഷം, കണ്ണിന് കാഴ്ച കിട്ടിയപ്പോഴുള്ള അതേ സന്തോഷം. നല്ല സുന്ദരിയായ ഒരു ഭാര്യയെ കിട്ടി അപ്പോഴുള്ള സന്തോഷം, ആ ഭാര്യ മരണപ്പെട്ടു പോയി അപ്പുണ്ടാവണ ദുഃഖം, ആ ദുഃഖം അത് സന്തോഷാക്കിയത് റബ്ബിന്റെ തീരുമാനമാണ്. അത് അങ്ങനെ ഒരു മനസ്സ് അപ്പോഴാണ്. കാരണം അള്ളാഹു എന്ത് ചെയ്താലും അതിൽ തൃപ്തിയുള്ളവരാവുക, അതാണ് ഒരു മുഅ്മിൻ അള്ളാഹുവിൽ റാദിയാവുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു ആണല്ലോ ഇതൊക്കെ ചെയ്തത്, പടച്ച റബ്ബാണല്ലോ എല്ലാ ഖൈറും എല്ലാ ശർറും മിനല്ലാഹി തആല. അള്ളാഹു ആണ് തന്നത്, അള്ളാഹു ആണ് തിരിച്ചെടുത്തത്, റബ്ബാണ് ജനിപ്പിച്ചത്, റബ്ബാണ് മരിപ്പിച്ചത്, അള്ളാഹു ആണ് നഷ്ടപ്പെടുത്തിയത്, പടച്ച റബ്ബാണ് ആരോഗ്യം തന്നത്, റബ്ബാണ് രോഗം തന്നത്. അത് അള്ളാഹിന്റെ വിധിയാണ്. ആ വിധിയിൽ തൃപ്തി, റബ്ബിന്റെ വിധിയിൽ തൃപ്തി, അതാണ്. സുഖാണെങ്കിലും ദുഃഖാണെങ്കിലും അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിയുള്ളവരാവുക, അപ്പോഴാണ് യഥാർത്ഥ റാളിയാവുക. ബഹുമാനപ്പെട്ട മഹാനായ അബൂബക്കർ ഇബ്നു താഹിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അർറിദാ, തൃപ്തി എന്ന് പറഞ്ഞാൽ ഇഖ്റാജുൽ കറാഹിയത്ത് മിനൽ ഖൽബി, ഖൽബിൽ നിന്ന് വെറുപ്പുകളെ മുഴുവനും ഇഖ്റാജ് ചെയ്യലാണ്, പിഴുതു മാറ്റലാണ്, പറിച്ചെറിയലാണ്. ഹത്താ ലാ യകൂന ഫീ ഇല്ലാ ഫറഹു വസുറൂർ, ഖൽബിൽ സന്തോഷം ഉണ്ടാവാൻ പാടുള്ളൂ. അത് മനുഷ്യൻ സന്തോഷം എന്ന് പറഞ്ഞ ഓരോരുത്തരും ഉണ്ടാക്കുന്നതാണ്. എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്ന സന്തോഷം ഞാൻ ഉണ്ടാക്കുന്നതാണ്. ദുഃഖം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കുന്നതാണ്. എന്തൊരു വിഷമം വന്നാലും എന്തൊരു പ്രയാസം, ആ പ്രയാസത്തെ ഖൽബിൽ നിന്ന് മാറ്റാൻ, ആ പ്രയാസവും ദുഃഖവും സങ്കടവും വരുമ്പോൾ ഉണ്ടാകുന്ന വെറുപ്പ് ഖൽബിൽ നിന്ന് പിഴുത് വലിച്ചു മാറ്റുക. എന്നിട്ട് ഖൽബിൽ എന്തുമാത്രം ഉണ്ടാക്കുക? ഫറഹും സുറൂറും, സന്തോഷം മാത്രം നമ്മൾ ഉണ്ടാക്കുക. അതിനാണ് റിദാ, അതിനാണ് തൃപ്തി എന്ന് പറയുക എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു താഹിർ റഹിമഹുല്ലാഹ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു വാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തൂബാ ലിമൻ വജദ അശാഅൻ വലം യജിദ് ഗദാ. ഒരാൾക്ക് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമുണ്ട് അല്ലെ, വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമുണ്ട്, നേരം വെളുത്തുള്ള ഭക്ഷണം ഇല്ല. മനസ്സിലായില്ല? ഒരാൾക്ക് എന്തുണ്ട്? ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമുണ്ട്, നാളെ നേരം വെളുത്താൽ അതിനുള്ള ഭക്ഷണം ഇല്ല. നേരം വെളുത്തപ്പോഴേക്കുള്ള ഭക്ഷണമുണ്ട്, വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമില്ല. ഒരാൾക്ക് അയാൾ നേരം വെളുത്തപ്പോൾ അന്ന് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, വൈകുന്നേരത്തേക്ക് ഒരു നിവൃത്തിയില്ല, ഒരു പിടിയില്ല അല്ലേ? സുബ്ഹാനല്ലാഹ്. എന്നാൽ വല്ലാഹു അൻറാദിൻ, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ തൊട്ട് തൃപ്തിയുള്ളവനാണെങ്കിൽ അവനാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു വാസിർ റളിയല്ലാഹു അൻഹു. റബ്ബിന്റെ തീരുമാനം, അതിൽ ബേജാറില്ല, വപ്രാളല്ല. എന്നാൽ റിസ്ഖിന് വേണ്ടി അധ്വാനിക്കണ്ടേ, വേണം, റിസ്ഖിന് വേണ്ടി പരിശ്രമിക്കണ്ടേ, പക്ഷെ വപ്രാളം പാടില്ല. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം കഴിയൂലെങ്കിലും നമുക്കൊക്കെയുള്ള വപ്രാളം എന്താണ്? നമുക്കൊക്കെയുള്ള വപ്രാളം, നമ്മുടെ വപ്രാളം എന്ന് പറഞ്ഞാൽ, പടച്ചോനെ ഞാനും മരിച്ചാൽ എന്റെ കാലം കുഴപ്പമില്ല, എന്റെ കാലം ജീവിക്കാനുള്ള ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സ്വത്തും പണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മുടെ വപ്രാളം എന്താണ്? ഞാൻ മരിച്ചാൽ എന്റെ മക്കൾക്ക്, അടുത്ത തലമുറക്ക്. ചില ആളുകൾക്ക് അതും അല്ല, എനിക്കും എന്റെ മക്കൾക്കും ജീവിക്കാനുള്ളത്, ഞാൻ ഓലെ പേരക്കുട്ടികൾ വന്നാല് അവർക്കുള്ള അതിപ്പോ ഉണ്ടാക്കുകയാണ്, അതിങ്ങനെ അധ്വാനിച്ചുണ്ടാക്കുകയാണ് അല്ലേ? അപ്പൊ നാളത്തെ അല്ല, വൈകുന്നേരത്തെ അല്ല, നാളത്തെ അല്ല, മറ്റന്നാളത്തെ അല്ല, ഒരു മാസം കഴിഞ്ഞുള്ളതല്ല, ഒരു കൊല്ലം കഴിഞ്ഞുള്ളതല്ല. നമ്മളങ്ങനെ വരാൻ പോകുന്ന ജനിച്ചിട്ടില്ലാത്ത മക്കൾക്ക് വേണ്ടിയാണ് നമ്മളിപ്പോ അപ്രാളപ്പെട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് റിസ്ഖിന്റെ കാര്യത്തിൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ അല്ലേ? നമുക്ക് റിസ്ഖ് വേണം, ഭക്ഷണം വേണം, പണം വേണം, പക്ഷേ ആ കാര്യത്തിൽ ഒരു തവക്കുൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഹ്ദർ സഖത്തല്ലാഹി ഫീ തലാത്ത്, മൂന്ന് ഘട്ടങ്ങളിൽ റബ്ബിന്റെ കോപത്തെ നിങ്ങൾ സൂക്ഷിക്കണം. 3 ഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ ദേശത്തെ നിങ്ങൾ ഭയപ്പെടണം. 1, ഇഹ്ദർ അൻ തുഖസ്സിറ ഫീമാ അമറക്, നിന്നോട് അല്ലാഹു കൽപ്പിച്ച് ഏൽപ്പിച്ച കാര്യത്തിൽ വീഴ്ച വരുത്തുമ്പോ അല്ലാഹുവിന്റെ കോപത്തെ സൂക്ഷിക്കണം. അല്ലാഹു കൽപ്പിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ, നമ്മുടെ യജമാനൻ, നമ്മുടെ മുതലാളി, നമ്മുടെ മേലെയായ റബ്ബ്, അവൻ നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ച ചില ഡ്യൂട്ടികൾ, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റിയാലല്ലേ കൂലി വാങ്ങാൻ പറ്റൂ. അതിൽ വീഴ്ച വരുത്തിയാൽ, അത് മുതലാളി അറിഞ്ഞാൽ, നമ്മളൊരു പണി ഏൽപ്പിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിക്കേൽപ്പിച്ചു, വൈകുന്നേരം ആയാൽ ഇത്ര റുപ്യ കൂലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മളൊരു വീഴ്ച വരുത്തിയാൽ മുതലാളി അറിഞ്ഞാൽ തൊഴിലാളി ഭയപ്പെടും, പേടിക്കും. അപ്പോ നല്ല നിലക്ക് തൊഴിൽ ചെയ്ത കൂലി വാങ്ങിപ്പോകാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നാളെ പണിക്ക് വിളിക്കൂല എന്നറിയാം. അല്ലേ? ഇതൊരു മുതലാളിയും ഒരു തൊഴിലാളിയോ അല്ല. ഇത് റബ്ബാണ്, ഇത് അബ്ദാണ്, ഖാലിഖാണ്, ഇത് അടിമയാണ്. ഈ അടിമ അല്ലാഹു കൽപ്പിച്ചത് അതിന് വഴിപ്പെടുന്നില്ലെങ്കിൽ, അതിലെന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ, 5 വഖത്ത് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അതിൽ വീഴ്ച വരുത്തിയാൽ, റമളാനിലെ നോമ്പ് നോൽക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അതിൽ വീഴ്ച വരുത്തിയാൽ, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ വീഴ്ച വരുത്തിയാൽ അല്ലാഹുവിന്റെ കോപത്തെ പേടിക്കണം. 2, വഹദറ അയ്യറാക വഅന്തല തർനാ ബിമാ ഖസമല്ലാഹു ലക്, പിന്നെ അള്ളാഹു നിനക്ക് തന്നതിൽ നീ തൃപ്തനല്ല, അപ്പോഴും അള്ളാന്റെ ദേശത്തെ പഠിക്കണം. അള്ളാഹ് തന്നതല്ലേ, അള്ളാഹു തന്നതിൽ നീ തൃപ്തനല്ല, പടച്ച റബ്ബ് തന്നതിൽ നീ തൃപ്തനല്ല, അള്ളാഹ് തന്ന സമ്പത്തിൽ നീ തൃപ്തനല്ല. മറ്റവനക്കൊക്കെ എത്ര അള്ളാഹ് കൊടുത്തു, എനിക്ക് തന്നില്ലല്ലോ, തരുന്നില്ലല്ലോ, നീ അതിൽ തൃപ്തനല്ല. മറ്റുള്ളവർക്ക് എത്ര നല്ല മക്കളെ കൊടുത്തു, എനിക്ക് അള്ളാഹ് അതേപോലെ മക്കളെ തന്നില്ലല്ലോ. മറ്റവന് നല്ല ഒരു സുന്ദരിയായ പെണ്ണിനെ കൊടുത്ത്, ഭാര്യയെ കൊടുത്ത്, എനിക്കങ്ങനെ അള്ളാഹ് തന്നില്ലല്ലോ. അള്ളാഹു എന്താണോ തന്നത്, ആരോഗ്യം തന്നു. അല്ലെ? ഓരോരുത്തരെ ആരോഗ്യം കാണുമ്പോ, അല്ലെ, ആരോഗ്യം കാണുമ്പോ നമുക്കിങ്ങനെ തോന്നും, ഓന്റെ ആരോഗ്യം, ഓന്റെ ഓട്ടം, ഓന്റെ ചാട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്നുണ്ട്, മനുഷ്യന് അഹങ്കരിക്കുന്ന ചില വഴികളുണ്ട്. എന്തിനാ മനുഷ്യൻ അഹങ്കരിക്കുന്നത്? നിന്റെ ആരോഗ്യം കൊണ്ട് നീ അഹങ്കരിക്കുക, നിന്റെ തടിമുടുക്ക് കൊണ്ട്, നിന്റെ മസിൽ പവർ കൊണ്ട് നീ അഹങ്കരിക്കുക. നീ അതിന് അഹങ്കരിക്കാൻ മാത്രമുണ്ടോ? നിന്നെക്കാൾ വലിയ മസിൽ പവറുള്ള ആനുണ്ട്, പോത്തുണ്ട്. അല്ലേ? ഒരു പോത്ത് ഒന്ന് തുമ്പെടുത്താൽ നിന്റെ ഈ മസിൽ പവർ കൊണ്ട് അതിനെ പിടിച്ചെട്ടാൻ കഴിയോ? പിന്നെ പിടിച്ചിട്ടവന് മയക്കോടി വെക്കാൻ ആൾക്കാർ വരണം. അല്ലേ? നിന്നെ കൊണ്ട് കഴിയൂല. ഒരു പോത്തിന്റെ മുന്നിൽ നിന്റെ മസിൽ പവർ എവിടെ? നിന്റെ ആരോഗ്യം എവിടെ? നീ നിന്റെ ആരോഗ്യം കൊണ്ട് അഹങ്കരിക്കുക. ആരോഗ്യം കൊണ്ട് അഹങ്കരിക്കുകയാണെങ്കിൽ പോത്തിനും ആനക്കൊക്കെ അഹങ്കരിച്ചൂടെ? നീ നിന്റെ സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കുക. നീ നിന്റെ സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കുക. സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കുകയാണെങ്കിൽ നിന്നെക്കാൾ സൗന്ദര്യം കൊടുത്ത ആരൊക്കെ ഉണ്ട്? മൃഗങ്ങളിലും പക്ഷികളിലും നിന്നെക്കാൾ സൗന്ദര്യം കൊടുത്ത പൂക്കളും, നിന്നെക്കാൾ സൗന്ദര്യം കൊടുത്ത ആരൊക്കെ ഉണ്ട്? നിന്നെക്കാൾ സൗന്ദര്യമുള്ള ഹൂറികളുണ്ട്, നിന്നെക്കാൾ സൗന്ദര്യമുള്ള മലക്കുകളുണ്ട്, നിന്നെക്കാൾ സൗന്ദര്യം കിട്ടിയ മഹാന്മാരെ അമ്പിയാക്കൾ ഉണ്ടായിട്ടുണ്ട്. നീ അതിനാണോ അഹങ്കരിക്കുന്നത്? ഇനി നിന്റെ ആ സൗന്ദര്യം കൊണ്ട് നീ അഹങ്കരിക്കുകയാണെങ്കിൽ നിന്റെ റൂഹ് ഇങ്ങോട്ട് വേർപ്പെടുത്തിയാൽ നിന്റെ ഈ സൗന്ദര്യമുള്ള മുഖത്തൂടെ മിന്നിത്തിളങ്ങുന്ന വെളുവെളുത്ത തൊടുത്തു നിൽക്കുന്ന നിന്റെ ഈ കവിൾത്തടത്തിലൂടെയൊക്കെ പുഴുക്കൾ അരിച്ചുകൊണ്ട് അത് മുഴുവനും തിന്നു നശിപ്പിക്കൂലേ? നീ അഹങ്കരിക്കാൻ മാത്രം എന്താ? പുഴുത്തു നാറുന്ന നിന്റെ ശരീരം, നീ അഹങ്കരിക്കാൻ മാത്രം എന്താ? നിന്റെ സൗന്ദര്യത്തിൽ, നിന്റെ ശരീരത്തിൽ നിനക്ക് അഹങ്കാരമോ? ഏറ്റവും വലിയ ദുർഗന്ധം വമിക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചില്ലേ, എന്താ മനുഷ്യ നിന്റെ അഹങ്കാരം? നീ ഖറജ്ത മജ്റൽ ബൗലി മർറതൈൻ, മൂത്രം വരുന്നിടത്ത് കൂടെ 2 വട്ടം വന്നവനാണ് നീ. വാപ്പാന്റെ മൂത്രം വരുന്ന വഴിക്ക് ആദ്യം നീ വന്നു ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക്, പിന്നെ ഉമ്മാന്റെ മൂത്രം വരുന്ന വഴിക്ക് നീ ദുനിയാവിലേക്കും വന്നു. മൂത്രം വരുന്ന വഴിക്ക് വന്നവനാണ് നീ. നീ ഒന്നുമായിരുന്നില്ല.
നീ അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന രേതസ്കരണമായിരുന്നു, ഇന്ദ്രിയത്തുള്ളിയായിരുന്നു, പിന്നെ രക്തക്കട്ടയായി, നീ മാംസപിണ്ഡമായി. നിനക്ക് നീ എന്താ അഹങ്കരിക്കും? ഇനി നീ ആരാ ആവാൻ പോകുന്നത്? ഇനി ആരാ നീ ആവാൻ പോകുന്നത്? ചീഞ്ഞു നാറുന്നത് ആവാൻ പോകുന്നത് നീയാണോ? നിന്റെ ശരീരം കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, ആരോഗ്യം കൊണ്ട് അഹങ്കരിക്കുന്നത്? നിന്റെ സമ്പത്ത് കൊണ്ടാണോ നീ അഹങ്കരിക്കുന്നത്? ജൂതന്മാർക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ടില്ലേ? നസാറാക്കൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ടില്ലേ? വലിയ സമ്പന്നന്മാര് ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? സമ്പത്തുണ്ടാക്കി, സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ, വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി കാറൂൻ. ആ കാറൂനെ അല്ലാഹു ഇടിച്ചു താഴ്ത്തിയില്ലേ? ആണ്ടുപോകല്ലേ. സമ്പത്ത് കൊണ്ട് എന്താ അഹങ്കരിക്കാനുള്ളത്? മക്കളെ കൊണ്ട് എന്താ അഹങ്കരിക്കാനുള്ളത്? ഭാര്യയെ കൊണ്ട് എന്താ അഹങ്കരിക്കാനുള്ളത്? മനുഷ്യ, നിനക്ക് അഹങ്കരിക്കാൻ യാതൊരു വകയും ഈ ദുനിയാവിലില്ല. ഉള്ളവർക്ക് അഹങ്കരിക്കാൻ യാതൊരു വകയുമില്ല. എന്നാൽ ഇല്ലാത്ത ആളുകൾ ഇതിന്റെ പേരിൽ എന്താ ഉണ്ടാ? ഇതിന്റെ പേരിൽ ബേജാറാവും വേണ്ട. എനിക്ക് ഓനെപ്പോലെ സൗന്ദര്യം കൊടുത്തില്ലല്ലോ, അങ്ങനെ ചിന്തിക്കണ്ട. എന്റെ സൗന്ദര്യം ഓന്റെ സൗന്ദര്യം പോകാനുള്ളതാ. അവനെപ്പോലെ ആരോഗ്യം കിട്ടിയില്ലല്ലോ, എന്റെ ആരോഗ്യവും അവന്റെ ആരോഗ്യവും പോകാനുള്ളതാ. ഇപ്പൊ നല്ല ആരോഗ്യം ഉണ്ട് എന്ന് തോന്നുന്ന അവനാവും ചിലപ്പോ ആദ്യം മരിക്കുക. ഒന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ ഒന്നിലും മുകളിലേക്ക് നോക്കിയിട്ട് ഒരു മനുഷ്യനും ഒരു കാര്യത്തിലും എന്താവരുത്, വെപ്രാളപ്പെടരുത്. ഇത് അള്ളാഹു തീരുമാനിച്ചതാണ്. എനിക്ക് തരാൻ അള്ളാഹു തീരുമാനിച്ചത്. അതിൽ തൃപ്തി ഉണ്ടാവണം. അത് തൃപ്തി ഇല്ലെങ്കിൽ അള്ളാഹിന്റെ ദേശത്തെയാണ് നീ പേടിക്കേണ്ടത്. തൃപ്തി ഇല്ലാതെ നിനക്ക് കിട്ടുമോ? നീ അതിൽ തൃപ്തനല്ല എന്ന് നിനക്ക് കിട്ടാൻ പോണുണ്ടോ? അതുമില്ലല്ലോ. അള്ളാഹു തന്ന സമ്പത്തിൽ നീ തൃപ്തനല്ല. ആ തൃപ്തിയില്ലാത്തതിന്റെ പേരിൽ നിനക്ക് മറ്റൊന്ന് കിട്ടിയ സമ്പത്ത് കിട്ടുമോ? ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ കാര്യം, സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻതത്ലുബ ശൈഅൻ മിനദ് ദുനിയാ വലാ തജിദു അൻ തസ്ഖത അലാ റബ്ബിക. നിനക്ക് കിട്ടാത്ത ദുനിയാവിനെ നീ തേടണ്ട. നിനക്ക് കിട്ടാത്ത ദുനിയാവിനെ നീ തേടണ്ട. അത് അള്ളാന്റെ ദേഷ്യം കിട്ടാൻ കാരണമാവും. നിനക്ക് കിട്ടാത്ത ദുനിയാവിന്റെ പിറകെ നീ ഓടിപ്പോകണ്ട. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم اعتقني من اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബ് അല്ലാഹുവിന്റെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കണേ. ബഹുമാനപ്പെട്ട അബൂ ഹഫ്സുൻ നൈസാബൂരി റളിയല്ലാഹു അൻഹു ഒരു രോഗിയെ കാണാൻ പോയി. ദഖലാല മരീദിൻ, ഒരു രോഗിയെ കാണാൻ പോയി. അപ്പോൾ ഫഖാലൽ മരീദ്, രോഗി ഇങ്ങനെ കിടന്നിട്ട് എന്നിങ്ങനെ പറയാണ്, പ്രാളപ്പെട്ട് ഇങ്ങനെ ഒച്ചടാണ്. ആ രോഗത്തിന്റെ വേദന സഹിക്കാത്തത് കൊണ്ടാവും. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്തിനാണ് സഹോദര നീ ഇങ്ങനെ വപ്രാളപ്പെടുന്നത്? എന്തിനാണ് ഇങ്ങനെ ശബ്ദമിടുന്നത്? എന്തിനാണ് ഇങ്ങനെ പൊറുതികേട് കാണിക്കുന്നത്? പിന്നെ അപ്പോ ഈ രോഗി ചോദിച്ചു, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? കൈഫ അഖൂലു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഖാല ലാ യകുൻ അനീനുക ശക്വാ. നിന്റെ ഈ അനീൻ, നിന്റെ ഈ വെപ്രാളം, നിന്റെ ഈ രോദനം, നിന്റെ ഈ തേങ്ങൽ, നിന്റെ ഈ ശബ്ദമിടൽ, അത് ഒരു പരാതിയാവരുത്, അതൊരു ശക്വയാവരുത്. എന്നാലോ വലാ സുഖൂത്തുക തജല്ലുദ, നീ പിന്നെ ഒന്നും ഉണ്ടാതിരിക്കുക, സഹിച്ചുമുണ്ടാതിരിക്കുക എന്നത് അതെന്താവരുത്, അത് നിന്നെ അടിച്ചമർത്തി നീ സഹിച്ചിരുന്ന് അങ്ങനെ ഒരു വിഷമത്തിന് അതും കാരണമാവരുത്. വലാകിൻ ബൈന ദാലിക, അതിന്റെ രണ്ടിന്റെ ഇടയിൽ
അല്ലെ? ചില രോഗികൾ എന്നുള്ള വല്ലാതെ വെപ്രാളം കാണിക്കും. കാരണം നമുക്ക് ചെന്നാൽ തന്നെ ഇടങ്ങേറ് തോന്നും. ഈ വെപ്രാളം പരമാവധി ക്ഷമിക്കണം. എന്നാ പിന്നെ വേദന ഇങ്ങനെ സഹിച്ചിട്ട് മിണ്ടാതിരിക്കണോ? അതും വേണ്ട. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അനീനുൽ മരീദ് തസ്ബീഹ്. രോഗിയുടെ തേങ്ങൽ അതിന് തസ്ബീഹിന്റെ കൂലിയാണ്. പക്ഷെ എന്താവണം? ഒരു മിതമായതാവണം. ആളുകൾക്കൊരു ഇടങ്ങേറ് തോന്നരുത്. അള്ളാഹു തന്ന തീരുമാനത്തിന് പരാതി കാണിക്കാണ്, പടച്ച റബ്ബിന് സബൂറില്ലാതെയാണ് എന്ന് ആളുകൾക്ക് തോന്നരുത്. അല്ലെ? ചില ആളുകളൊക്കെ ഉണ്ട് വെറുതെ വേദന വരുമ്പോഴേക്കും അങ്ങോട്ട് കരഞ്ഞ് ഒച്ചമുടിയും കൂട്ടി ആകെ ബഹളം, ആകെ വപ്ര. കേട്ടവരൊക്കെ അതിനേക്കാൾ ഇടങ്ങേറായി. അപ്പോ രോഗങ്ങൾ, വേദനകൾ വന്നാൽ അതില് സങ്കടപ്പെടാം. അൽഹംദുലില്ലാഹ്. അപ്പോ ശ്രദ്ധിക്കണം. അപ്പൊ സങ്കടപ്പെടാം. നമുക്ക് തേങ്ങ അതിന് അള്ളാഹ് കൂലി തരും. പക്ഷെ അതിന് പരിധി ഉണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, രണ്ടിന്റെ ഇടയിലാവണം. വെപ്രാളം പരിധി വിടരുത്. ഒച്ചയും ബഹളവും തേങ്ങലും അത് പരിധി വിടരുത്. വല്ലാതെ പൊറുതികേട് കാണിക്കരുത്. ഒരു മിതമായ രൂപത്തിൽ തേങ്ങലും നമുക്ക് ഒരു ഞെരിവിരി കൊള്ളലും വേദനയും അതൊക്കെ ഒന്ന് ആശ്വസിക്കാൻ നല്ലതാണ്. പക്ഷെ അത് മിതമായിട്ടാവണം. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല ഒരാളെ കണ്ടു. അയാള് വല്ലാതെ അയാളുടെ വേദന, അയാളുടെ വെപ്രാളം അതിങ്ങനെ പറയാൻ, അയാളുടെ വേദന രോഗത്തെക്കുറിച്ച് ഇങ്ങനെ വെപ്രാളം പറയാണ്, ആവലാതി പറയാണ്. മഹാനവറുകൾ പറഞ്ഞു, യസ്കോ ഇലാ റജുലിൻ, മറ്റൊരാളോട് വേവലാതി പറയുന്ന രോഗത്തെക്കുറിച്ച് എന്താ ചെയ്യാ, പഠിച്ചു എനിക്കെന്നെ ഇങ്ങനെ തന്നു, എന്നെങ്ങനെ അടങ്ങറാക്കി, ഞാൻ എത്ര കാലമായി സഹിക്കണു, എന്താ അപ്പൊ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേവലാതി പറയാം. ആരെ പറ്റിയ വേവലാതി പറഞ്ഞാൽ അള്ളാനെ പറ്റിയ വേവലാതി പറയണം. അള്ള എനിക്ക് തന്നു, എന്താ സഹിക്കാൻ വയ്യ, പഠിച്ചു എന്നിങ്ങനെ അടങ്ങറാക്കാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വേവലാതിയാണ് മറ്റൊരാളോട് പറയുന്നത്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, നിന്നോട് ഒരു കൃപയും ഒരു കാരുണ്യം ചെയ്യാത്ത ഒരു മനുഷ്യനോടാണോ നീ കൃപ ചെയ്യുന്ന, കാരുണ്യം ചെയ്യുന്ന അള്ളാഹിനെ പറ്റി ആവലാതി പറയണത്? നീ അള്ളാഹുവിൽ ആവലാതി പറയുകയോ? നീ മനസ്സിലാക്കിയതുപോലെയല്ല. നിനക്ക് ഇപ്പൊ താൽക്കാലികമായി തന്ന ഈ രോഗം, ഈ വേദന, നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ വലിയ കാരുണ്യം തരാൻ അള്ളാഹു ചെയ്തതാ. അത് മനസ്സിലാക്കണ്ടേ? ഇങ്ങനെ ഈ രോഗത്തിലാണ് മരിച്ചാൽ, ഈ രോഗത്തിൽ അങ്ങോട്ട് മരിച്ചു പോയാൽ, ഈ രോഗത്തിലായിട്ട് അങ്ങ് മരണപ്പെട്ടു പോയാൽ ഇതിനേക്കാൾ വലിയ സുഖങ്ങളല്ലേ നിനക്ക് തരാൻ പോകുന്നത്? ആ സുഖം തരാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ എന്താക്കി? ദുനിയാവിൽ നിനക്ക് രോഗം തന്നു. അത് മനസ്സിലാക്കണ്ടേ? നിനക്ക് ഏറ്റവും വലിയ കാരുണ്യം ചെയ്തു തരുന്ന റബ്ബ്, ആ റബ്ബിനെ കുറിച്ചാണോ നിന്നോട് ഒരു കാരുണ്യം ചെയ്യാത്ത മനുഷ്യനോട് ആവലാതി പറയുന്നത്? മൻ ശകാ മുസീബത്തൻ ഇലാ ഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇടങ്ങറ്, മുസീബത്ത്, വിഷമങ്ങൾ മറ്റുള്ളവരോട് പരാതി പറഞ്ഞാൽ ലം യജിദ് ഹലാവത ത്വാഅ, ഇബാദത്തിന്റെ മധുരം അവന് അനുഭവിക്കാൻ കഴിയൂല. അല്ലെ? വേദനകൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടം, അതിന്റെ ഇടങ്ങറ് മറ്റുള്ളവരോട് ഇങ്ങനെ പറയാ. അവർക്ക് എന്തിന് കഴിയൂല? ഇബാദത്തിന്റെ മധുരം അവർക്ക് അനുഭവിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആരോടും പറയേണ്ടെന്നല്ല. നമുക്കത്തെ രോഗവും അതിന്റെ കാഠിന്യവും ബുദ്ധിമുട്ടൊക്കെ പറയേണ്ട ആളുകളോട് പറയണം. ഡോക്ടർമാരോട് പറയേണ്ടി വരും. ഞാൻ പറയില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ചികിത്സിക്കണമെങ്കിൽ ഡോക്ടറോട് പറയണം. ആ കാര്യങ്ങളൊക്കെ നേരെ പറയണം. അതേപോലെ പറയേണ്ടത് ചിലപ്പോ ദ്വയർക്കാൻ വേണ്ടി പറയേണ്ടി വരും. ഉസ്താദുമാരോടൊക്കെ പറയുമ്പോ അങ്ങനെയൊക്കെ ഉണ്ട് ഉസ്താദെ, ദ്വയർക്കണം, അതിനുവേണ്ടി പറയാം. നമ്മുടെ അടങ്ങുന്ന ബുദ്ധിമുട്ടും പറയാം. ഒരു കാര്യമില്ലാതെ ഒരുത്തനോട് ഇങ്ങനെ പറയാം. ഓനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓൻ ചികിത്സിക്കോ? ഇല്ല. ഓനോട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനം. പിന്നെ വെറുതെ എന്തിനാണ് ഈ ആവലാതി മനുഷ്യനോട് പറയുന്നത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇബാദത്തുകളുടെ മാധുര്യം ലഭിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിന്റെ മാധുര്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ഏതൊരു കാര്യത്തിലും പടച്ച റബ്ബിനോട് ശുക്റുള്ളവനാവണം. ദുഃഖത്തിലും സന്തോഷത്തിലും
ഇദാ കാന ശുക്രി നിഅമത്തുല്ലാഹി നിഅമത്തുൻ അലയ്യാ ലഹു ഫീ മിസ്ലിഹാ യജിബു ശുക്രു فكيف بلوغ الشكر إلا بفضله وإن طالت الأيام واطاسن العمر إذا مس بالسراء عما سرورها وإن مس بالضراء عقاب النذر فما منهما إلا له فيه نعمة تضيق بها الأوهام والسر والجهر. ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ ക്ഷമിച്ചാൽ അവന് കൂലിയാണ്. സന്തോഷം വന്നാൽ അതിൽ ശുക്റുണ്ടായാൽ അതിനും അവന് കൂലിയാണ്. ഇദാ മസ്സ ബിസ്സറായി അമ്മാ സുറൂറുഹാ, അല്ലേ? സന്തോഷമുണ്ടായാൽ, നിഅമത്തുണ്ടായാൽ, അതിൽ റബ്ബിൽ ശുക്റുണ്ടായാൽ അവന്റെ സന്തോഷം പിന്നെ കൂടും. ദുഃഖമുണ്ടായാൽ, വേദനയുണ്ടായാൽ അതിൽ ക്ഷമിച്ചാലും അള്ളാഹു പ്രതിഫലം തരും. അപ്പോഴും അവന്റെ സന്തോഷം കൂടും. മുഅ്മിനിന് സന്തോഷിക്കാനേ വകയുള്ളൂ. നിഅമത്തുണ്ടായാലും ദുഃഖമുണ്ടായാലും ഒരു മുഅ്മിനായ മനുഷ്യന് സന്തോഷിക്കാൻ മാത്രമേ വകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിനോടുള്ള ശുക്ർ പൂർത്തിയാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ചേർന്ന നിഅമത്ത് വളരെ വലുതാ. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ തന്നെ സന്തോഷമുണ്ടാകും. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു മൻസൂർ റഹിമഹുല്ല മഹാനവരോട് ചോദിച്ചു, ഇദാ അക്കൽതു, ഞാൻ ഭക്ഷണം കഴിച്ചു, വശബിഅതു, വെള്ളം കുടിച്ചു, ഫമാ ശുക്റു തിൽക നിഅമ, ആ നിഅമത്തിന് ഞാൻ ചെയ്യേണ്ട ശുക്ർ എന്താണ്? അപ്പൊ മഹാനവരോട് പറഞ്ഞു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. നല്ല മുത്തനബി നമ്മളോട് പറഞ്ഞത് എന്താ? മതി. എന്നാ തന്നെ അത് ശുക്രായി, നമ്മളെ കൊണ്ട് കഴിയുന്ന ശുക്രാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതും കൂടെ ഇല്ലാത്ത ആളുകൾ, നല്ലോണം ഭക്ഷണം കിട്ടി, നല്ല ഭക്ഷണം കിട്ടി, നമ്മുടെ ഭക്ഷണം തന്നെ, എന്താ ഞാൻ അള്ളാഹുനോട് ശുക്ർ പറയണമെന്ന് ചിന്തിക്കണ്ട. നമ്മൾ നേരം വെളുത്ത് അധ്വാനിച്ച് കൂലിപ്പണി എടുത്ത് കച്ചവടം ചെയ്ത് ഇടങ്ങറായി ഉണ്ടാക്കിയ മുതലുകൊണ്ട് എന്ത് വാങ്ങിയതാ? ആട്ടിറച്ചി പോയി വാങ്ങി കുടിയിൽ ആടുബിരിയാണി വെച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് അള്ളാഹ്ക്ക് ശുക്റും വേണമെന്ന് പറഞ്ഞാൽ, അല്ലെ, നമ്മൾ അടങ്ങറായിട്ട് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ തിന്നിട്ട് പിന്നെ അള്ളാഹ്ക്ക് ശുക്രുമാണ്. ഒരു അൽഹംദുലില്ലാ, അതിന് കിട്ടുന്ന കൂലി എത്ര നമ്മൾ ചിലപ്പോൾ മറന്നു പോവുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എനിക്ക് നല്ല ഭക്ഷണം കിട്ടി, വയറ് നിറഞ്ഞു, ഞാൻ ആ ഭക്ഷണത്തിന് അള്ളാഹ്ക്ക് എന്ത് ശുക്രാ ചെയ്യേണ്ടത്? അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അൻ തുസല്ലിയ ഹത്താ ലാ യബ്ഖാ ഫീ ജൗഫിക മിൻഹു ശൈഉൻ, ആ ഭക്ഷണത്തിന്റെ അംശം നിന്റെ ഉള്ളിൽ ഇല്ലാതാവുന്ന സമയം വരെ അള്ളാഹുടെ മുമ്പിൽ നിസ്കരിക്കുക. അതാണ് ആ ഭക്ഷണത്തിന്റെ ശുക്ർ. ആ ഭക്ഷണം ദഹിച്ച് ആ ഭക്ഷണത്തിന്റെ അംശം ഒക്കെ പുറത്തു പോകുന്നത് വരെ അള്ളാഹ്ക്ക് എന്ത് ചെയ്യാ? ശുക്ർ ചെയ്യാം. എങ്ങനെ ശുക്ർ? നിസ്കരിക്കാൻ. എന്നാലാണ് ആ ഭക്ഷണത്തിനുള്ള ശുക്ർ പൂർത്തിയാവുള്ളൂ. ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു മൻസൂർ റഹിമഹുല്ല. അല്ലേ, സാധാരണ ഡോക്ടർമാര് പറയും ഒരു 5-8 മണിക്കൂറെങ്കിലും വേണ്ടി വരും. എങ്ങനെ? ഒരു ദഹനം നടക്കാൻ ഒരു 6 മണിക്കൂർ, ദഹനം നടക്കാൻ ഒരു 6 മണിക്കൂർ, പിന്നെ ആ ദഹനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മലവും മൂത്രമൊക്കെ എല്ലാം ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ മുഴുവൻ പുറത്തു പോകാൻ ഒരു 8 മണിക്കൂറെങ്കിലും വേണ്ടി. ഒരു ഭക്ഷണം കഴിച്ചാല് അല്ലേ, ഇപ്പൊ നമ്മള് അത്താഴത്തിന് ഭക്ഷണം കഴിച്ചു, അതിന്റെ ആ ഭക്ഷണത്തിന്റെ അംശം ഇപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ട്. അതിന്റെ അംശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിന്റെ ആ മലമൊക്കെ ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ, മുഴുവനായിട്ടുണ്ടാവില്ല. കഴിഞ്ഞ് വൈകുന്നേരത്തൊക്കെ അതിന് കക്കൂസ് പോകുമ്പോൾ അത് പോവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ പോവുള്ളൂ. അല്ലേ, ചില ആളുകൾക്ക് അങ്ങനെയാണ്, ഒറ്റ നേരം എന്ത് ചെയ്യുള്ളൂ? കക്കൂസ് പോവുള്ളൂ. അപ്പൊ 24 മണിക്കൂർ ആ ഭക്ഷണത്തിന്റെ അംശം അവന്റെ ശരീരത്തിലുണ്ട്. അപ്പൊ ഒരു വട്ടം ഭക്ഷണം കഴിച്ചാൽ അതിന്റെ ശുക്ർ പൂർണ്ണമാവണമെങ്കിൽ എന്താവണം? 24 മണിക്കൂറും നിസ്കരിക്കണം, എന്നാലേ ആവുള്ളൂ. എന്നാൽ അത് നിർബന്ധം എന്നല്ല പറഞ്ഞു. മുത്തനബി പറഞ്ഞു, ഇതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, എന്തിതാ മതി, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. എന്നാ തന്നെ എന്തായി? ശുക്രായി. അൽഹംദുലില്ലാഹില്ലദീ അത്അമനീ ഹാദാ മിൻ ഗൈരി ഹൗലിൻ മിന്നീ വലാ ഖുവ്വ വജഅലനീ മിനൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ അത്അമനീ ഹാദാ, ഈ ഭക്ഷണം എനിക്ക് ഭക്ഷിപ്പിച്ചു, വറസഖനി, എനിക്ക് അല്ലാഹു റിസ്ഖായി തന്നു. എങ്ങനെ? മിൻ ഗൈരി ഹൗലിൻ മിന്നീ വലാ ഖുവ്വ, എന്റെ ഒരു പരിശ്രമമോ എന്റെ ശക്തിയോ ഒന്നും ഉണ്ടായിട്ടല്ല. അല്ലേ, ഒന്നും ഉണ്ടായിട്ടല്ല. അതുകൊണ്ടല്ലല്ലോ, അത് അല്ലാഹു തന്നതല്ലേ, പടച്ച റബ്ബ് തന്നതല്ലേ. മുഅ്മിനേ ചിന്തിക്കണം.
അധ്വാനിച്ചത് കൊണ്ടല്ലല്ലോ ഭക്ഷണം കിട്ടുന്നത്. നന്നായി അധ്വാനിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അന്ന് ഭക്ഷണം കിട്ടിയിരുന്നില്ല. ഇന്നൊരു അധ്വാനമല്ല, ഇന്ന് ഇഷ്ടം പോലെ എന്തുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ട്. നമ്മുടെ വല്യപ്പാര്, നമ്മുടെ മുൻഗാമികള് എത്രയോ വേർത്തൊരച്ച് കഠിനാധ്വാനം ചെയ്ത് അധ്വാനിച്ചിരുന്നു. അന്നവർക്ക് വയറ് നിറക്കാൻ എന്ത് കിട്ടിയിരുന്നില്ല, ഭക്ഷണം കിട്ടിയിരുന്നില്ല. ഇപ്പോഴോ ഒരു അധ്വാനമല്ല, എന്താ പണി തന്നെ പണി അല്ലേ? നല്ലോണം ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും ഒക്കെ ഇഷ്ടം പോലെ. ഭക്ഷണം തന്നത് നമ്മുടെ അധ്വാനം കൊണ്ടല്ല, നമ്മുടെ അധ്വാനം കൊണ്ടല്ല, ഒരിക്കലുമല്ല. അധ്വാനിച്ചിട്ടൊന്നും അല്ലേ? ഓരോ നാട്ടിലെപ്പോഴും പട്ടിണിയില്ലേ? അവരധ്വാനിക്കാത്തതുകൊണ്ടാ? ആ നാട്ടിൽ അധ്വാനിക്കാത്തതുകൊണ്ടാണോ? അല്ലല്ലോ. സുബ്ഹാനല്ലാഹ്, റിസ്ക് റബ്ബ് തരുന്നതാണ്. ഇനി അത് തന്നാൽ തന്നെ അത് കഴിക്കാൻ കഴിയാ. ചില ആളുകൾ രോഗികളെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒഴിച്ചു കൊടുക്കുക, കാരണം തൊള്ളയിൽ കൂടെ ഇറങ്ങൂല അല്ലേ? കഴുത്തില് മുഴ വന്നതാണ്, അന്നം ഇറങ്ങുന്നില്ല, എന്നാ കഴിക്കാൻ നല്ല പൂതിന്റെ ആഗ്രഹമുണ്ട്. അതൊക്കെ എന്തൊരവസ്ഥ കാണുമ്പോ, വല്ലാത്ത പൂതിന്റെ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിക്കാൻ കഴിയണില്ല. കഴുത്തിന് ഓട്ടം ഒഴിച്ചിട്ട് ഉള്ളിലേക്ക് എന്ത് രുചി എന്തെങ്കിലും അറിയോ? അതിങ്ങനെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ. ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം തന്നത്, അത് കഴിക്കാനുള്ള കഴിവ് തന്നത്, അത് കഴിച്ചാൽ അത് ദഹിക്കാനുള്ള കഴിവ് തന്നത് അല്ലെ? എത്ര ആളുകൾ തിന്നാൽ അതൊക്കെ വയറങ്ങട്ട് വീർത്തിട്ട് ഇടങ്ങറായി, ഭക്ഷണം ദഹിക്കണില്ല. അങ്ങനെയൊക്കെ എത്ര രോഗികൾ സുബ്ഹാനല്ലാഹ് അല്ലാഹു നമുക്ക് ചെന്ന് നിഅമത്താണ്. വജഅലനി മിനൽ മുസ്ലിമീൻ, ആ ദിക്റിൽ അങ്ങനെയുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു എന്നെ മുസ്ലിങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി. കാരണം ഇങ്ങനെ ശുക്ർ ചെയ്യാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാ? ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ്. അല്ലാഹുവേ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ വജഅലനി മിനൽ മുസ്ലിമീൻ. ഭക്ഷണം കഴിച്ചാലുള്ള ശുക്റിന്റെ ഏറ്റവും നല്ല ശുക്റിന്റെ ആ ദിക്ർ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം എന്താണ്? അൽഹംദുലില്ലാഹ് ഭക്ഷണം തന്നു. ആ ഭക്ഷണം തന്നു എന്ന് മാത്രല്ല, ആ ഭക്ഷണം കഴിച്ചിട്ട് ശുക്ർ ചെയ്യാനും എനിക്ക് അല്ലാഹു എന്ത് തന്നു? കഴിവ് തന്നു. അതൊരു നിയമത്താണ്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ വജഅലനി മിനൽ മുസ്ലിമീൻ. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചവനെ ഇലാഹി കൈഫ അഷ്കുറുക, ഞാൻ എങ്ങനെ നിനക്ക് ശുക്ർ ചെയ്യാ? വശുക്രി ലക നിഅമത്തുൻ, കാരണം എനിക്ക് ശുക്ർ ചെയ്യാൻ കഴിഞ്ഞതന്നെ അത് ഒരു നിയമത്തല്ലേ, അതിനും ശുക്ർ ചെയ്യണ്ടേ? മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാക്കുക? ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് ഞാൻ പറഞ്ഞു, പടച്ചവനെ ഞാൻ എങ്ങനെ ശുക്ർ ചെയ്യാ? ഭക്ഷണം നീ തന്നിട്ട് അൽഹംദുലില്ലാ എന്ന് നിനക്ക് ശുക്ർ പറയാൻ കഴിഞ്ഞത് എന്താണ്? അതൊരു നിയമത്താണ്. അതിനാണ് ഏറ്റവും കൂലി. ഭക്ഷണത്തിന് എന്താ കൂലി? ഭക്ഷണം കഴിച്ചാല് അതങ്ങോട്ട് ദഹിച്ചു പോയി, കക്കൂസ് പോയി, കഴിഞ്ഞു. അതിനേക്കാൾ വലിയ നിയമത്താണ് എന്ത്? ഭക്ഷണം കിട്ടിയപ്പോ അൽഹംദുലില്ലാ എന്നൊക്കെ പറയാൻ കഴിഞ്ഞല്ലോ, അതിന് അല്ലാഹ് എത്ര കൂലി തരും? അപ്പൊ അത് വലിയ നിയമത്താണ്. അതിന് ഞാനും ഞങ്ങൾ ശുക്ർ ചെയ്യണം. മനസ്സിലായില്ല? ശുക്രിന് ശുക്ർ ചെയ്യാൻ, അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ, അൽഹംദുലില്ലാ പറയാൻ എനിക്ക് കഴിഞ്ഞല്ലോ, അതിന് പിന്നെ ശുക്ർ ചെയ്യാൻ പഠിച്ചു. അൽഹംദുലില്ലാ എനിക്കത് ചൊല്ലാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ അല്ലേ? മനസ്സിലായോ? ഇലാഹി പടച്ചവനെ കൈഫ അഷ്കുറുക, ഞാനിങ്ങനെ എങ്ങനെയാണ് ശുക്ർ ചെയ്യുന്നത് എനിക്ക് ആലോചിച്ച് പിടുത്തം കിട്ടുന്നില്ല. മനസ്സിലായില്ല? ശുക്രിന്റെ കലിമത്താണ് അൽഹംദുലില്ലാ. ശുക്രിന്റെ കലിമത്താണ് അൽഹംദുലില്ലാ. ഈ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാല് അപ്പൊ ആലോചിക്കാണ്, അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിഞ്ഞു തന്നെ എനിക്ക് അല്ലാഹ് ചെയ്തെന്ന വലിയ നിഅമത്താണ്. അപ്പൊ അതിന് പിന്നെ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. അപ്പൊ പിന്നെ ആലോചിച്ചു, രണ്ടാമത് അൽഹംദുലില്ലാ എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞല്ലോ, അതിനെത്ര എനിക്ക് കൂലി കിട്ടും? അല്ലാഹ് എനിക്ക് കഴിവല്ല തോന്നിപ്പിച്ചല്ലോ. അപ്പൊ പിന്നെയും അൽഹംദുലില്ലാ. അപ്പൊ ഈ അൽഹംദുലില്ലാ പിന്നെ തീരോ? ഈ ശുക്ർ തീരോ? പടച്ചോനെ അപ്പൊ ദാവൂദ് നബി ചിന്തിച്ചു, പടത്തെ നിനക്ക് ശുക്ർ ചെയ്യാൻ എന്നോട് എന്താവൂല? കഴിയൂല. കാരണം ശുക്ർ ചെയ്യുന്തോറും ഞാൻ പിന്നെയും നിനക്ക് എന്താവണം? ശുക്ർ ചെയ്യണം. നിനക്ക് ശുക്ർ പൂർത്തിയാക്കാൻ കഴിയൂല റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽ ആന ശക്കർതനി, ദാവൂദ് നബിയെ നിങ്ങൾ ഇപ്പോൾ എന്നോട് ശുക്റുള്ള അടിമയായി. ശുക്ർ എന്താണ് എന്ന് മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽഹംദു റഅസു ശുക്രി, ശുക്റിന്റെ ഹെഡാണ് അൽഹംദു.
ശുക്റിന്റെ തലയാണ്, അതിന്റെ മുഖ്യസ്ഥാനമാണ് അൽഹംദ്. അൽഹംദുലില്ലാഹ് ഒരാൾ പറയുന്നില്ലെങ്കിൽ ലം യശ്കുറുഹു, അവൻ അല്ലാഹുക്ക് ശുക്ർ ചെയ്യാത്തവനാണ്. ശുക്ർ നന്ദിയുടെ ഹെഡാണ്, അതിന്റെ തലസ്ഥാനമാണ്. എന്ത്? അൽഹംദുലില്ലാഹ്. ശുക്റിന്റെ ഹെഡാണ് അൽഹംദുലില്ലാഹ്. ശുക്ർ എന്ന് പറഞ്ഞാല് അത് എല്ലാ അവയവങ്ങളെ കൊണ്ടും ഉണ്ടാവേണ്ടതാ. ശ്രദ്ധിക്കണം. എല്ലാ അവയവങ്ങളെ കൊണ്ടും എന്തുണ്ടാവണം? ശുക്ർ ഉണ്ടാവണം. ഹംദ് എന്ന് പറഞ്ഞ നാക്കുകൊണ്ടുണ്ടാവേണ്ടതാണ്. ഹംദും ശുക്റും തമ്മിൽ എന്താ വ്യത്യാസം? മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹംദും ശുക്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹംദും ശുക്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹംദ് എന്ന് പറഞ്ഞാൽ നാക്കുകൊണ്ടുള്ളതാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറയൽ മാത്രമല്ല, നാക്കുകൊണ്ട് പറയുന്നതൊക്കെ എന്താണ്? പടച്ചോനെ, അല്ലാഹുവേ, ജല്ലേ എനിക്കൊന്ന് തന്നു റബ്ബേ, അതൊക്കെ ശുക്രനാണ്, അതൊക്കെ ഹംദാണ്. ശുക്റിന്റെ നന്ദിയുടെ വർത്തമാനം നാക്കുകൊണ്ട് പറയുന്നതിനാണ് എന്ത് പറയാ? ഹംദ് എന്ന് പറയാ. ശുക്ർ എന്ന് പറഞ്ഞ എല്ലാ അവയവങ്ങളെ കൊണ്ടും ഉണ്ടാവണം. അമ്മ ശുക്റുൽ വാജിബു, അപ്പോൾ നിർബന്ധമായ ശുക്ർ അലൽ ഖലായിഖി, പടപ്പുകൾക്ക് സൃഷ്ടികൾക്ക് നിർബന്ധമായ ശുക്ർ. ശുക്റുൽ ഖൽബി, ഖൽബ് കൊണ്ടുള്ള ശുക്റാണ്. ഖൽബ് കൊണ്ടുള്ള ശുക്റാണ് എല്ലാവർക്കും നിർബന്ധമായത്. അൽഹംദുലില്ലാഹ് അത് സുന്നത്താണ്. അല്ലേ? മനസ്സിലായില്ല? അല്ലാഹ് ചെയ്തെന്ന നിഅമത്തിന് ശുക്ർ, നന്ദി ഖൽബിൽ ഉണ്ടാവുക, അതെല്ലാവർക്കും നിർബന്ധമാണ്. ശുക്ർ എന്ന് പറഞ്ഞാല് അത് വർദ്ധനവിന് കാരണമാകും. നമ്മൾ ശുക്ർ ചെയ്താൽ ഖൽബുകൊണ്ട് ശുക്ർ ഉണ്ടാവുക, നാക്കുകൊണ്ട് ആ ശുക്ർ പറയാ, അവയവങ്ങളെ കൊണ്ടുള്ള ശുക്റുകളൊക്കെ പൂർത്തിയാക്കുക. ശുക്ർ ഉണ്ടായിക്കഴിഞ്ഞാൽ ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ വർദ്ധിപ്പിച്ചു തരും. അല്ലാഹ് തന്നതിന് ശുക്ർ ഉണ്ടായാൽ അല്ലാഹ് വർദ്ധിപ്പിച്ചു തരും. അശ്ശുക്റു അഫ്ളലു മാ ഹവൽത മുൽതമിസ ബിഹി സിയാദതു ഇൻദല്ലാഹി വന്നാസി. അശ്ശുക്റു അഫ്ളലു മാ ഹവൽത മുൽതമിസ ബിഹി സിയാദതു ഇൻദല്ലാഹി വന്നാസി. ശുക്ർ എന്ന് പറഞ്ഞാൽ അഫ്ളലാണ്, ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അതുകൊണ്ടാണ് നീ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ശുക്റാണ് ഏറ്റവും അഫ്ളൽ. കാരണം ആ ശുക്ർ കൊണ്ടാണ് ബിഹി സിയാദത്തു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ സിയാദത്ത് കിട്ടുക. പൊറുതിയേട് കാണിച്ചാല്, ക്ഷമകേട് കാണിച്ചാല് അല്ലാഹു വർദ്ധിപ്പിച്ചു തരൂല. അല്ലാഹ് സിയാദത്ത് തരണം, ശുക്ർ ഉണ്ടാവണം. ജനങ്ങളുടെ അടുത്തും അങ്ങനെ തന്നെ, ജനങ്ങളും അങ്ങനെ തന്നെയല്ലേ? നന്ദി ഉണ്ടായാൽ പിന്നെ ഉണ്ടാവും, പിന്നെയും കിട്ടും. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകിയാണ്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം, പടച്ചവനെ, ഇലാഹി ഖലഖത ആദം, അല്ലാഹുവിനോട് പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാം, പടച്ചവനെ, നീയാണല്ലോ ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത്. കാരണം മനുഷ്യ സൃഷ്ടിപ്പ് എന്നതൊരു അത്ഭുതമല്ലേ? അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഉണ്ടായത്. അല്ലാഹുവേ, നീയാണ് ഈ ഭൂമിയിലേക്ക് ഞങ്ങളെ പറഞ്ഞയച്ചത്, ഈ ഭൂമിയിൽ സൗകര്യങ്ങൾ ചെയ്തു തന്നത്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നത്, വീടുകൾ തന്നത്, കൂട്ടുകാരെ തന്നത്, ഭാര്യമാരെ തന്നത്, മക്കളെ തന്നത്. അങ്ങനെ അല്ലാഹുവേ, നീയല്ലേ ഇതൊക്കെ ചെയ്തു തന്നത്? അല്ലാഹുവേ, നീയല്ലേ ആകാശങ്ങളെ പടച്ചത്, ഇവിടെ വായു തന്നത്, ഇവിടെ ഓക്സിജൻ തന്നത്, വെള്ളം തന്നത്, വെളിച്ചം തന്നത്, ഒരുപാട് നിഅമത്തുകൾ, പടച്ച റബ്ബിന്റെ നിഅമത്തുകൾ അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു ഇതൊക്കെ നീ ഞങ്ങൾക്ക് ചെയ്തു തന്നതല്ലേ? മൂസാ നബി പറഞ്ഞു, ഫകൈഫ ശുക്റുക, എങ്ങനെയാണ് ഇനി നിനക്ക് ഞങ്ങൾ ശുക്ർ ചെയ്യേണ്ടത്? അപ്പോൾ അല്ലാഹു പറഞ്ഞു, മൂസാ, ഇഅലം, നിങ്ങൾ അറിയാ, അന്നദാലിക മിന്നി ഫകാനത് മഅരിഫതു ബിദാലിക ശുക്റുഹു ലി, അതൊക്കെ എന്നിൽ നിന്നാണ് എന്ന് നിങ്ങൾക്കൊരു അറിവുണ്ടാവുക, അതന്നെയാണ് ഏറ്റവും വലിയ ശുക്ർ, അതന്നെയാണ് ശുക്ർ. മനസ്സിലായില്ല? പടച്ചോനെ, നീ എനിക്ക് ആരോഗ്യം തന്നില്ലേ? ആ ഒരു അറിവുണ്ടായാൽ മതി. അല്ലാഹു തന്നതാണല്ലോ ഈ ആരോഗ്യം, അല്ലാഹു തന്നതാണല്ലോ മക്കള് അഹങ്കരിക്കണ്ട. എന്റെ കുട്ടികളെ നല്ല പഠിച്ചു, ഓനെ ഉയരത്തിൽ എവിടെ എത്തി, ഓൻ പൈലറ്റാ, ഓൻ കളക്ടറാ, എന്റെ മകൻ എവിടെ എത്തി? അത് നിന്റെ കഴിവല്ല, അത് റബ്ബ് തന്നതാണ്. മിനല്ലാഹ്. ആ അറിവുണ്ടാവുക, പണമുണ്ടായി, അധികാരമുണ്ടായി, അതെല്ലാം മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നാണ് എന്ന അറിവുണ്ടായാൽ മൂസാ നബിയെ, അതന്നെയാണ് ശുക്ർ. അതാണ് ഖൽബ് കൊണ്ടുള്ള ശുക്ർ. പിന്നെ അമ്മ ശുക്റുൽ ലിസാൻ, നാക്കുകൊണ്ടുള്ള ശുക്ർ. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്,
അള്ളാഹുവിന്റെ നിഅമത്ത് പറയാ. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹു തന്ന നിഅമത്ത് അത് പറയാ. അത് അള്ളാഹിനോടും പറയാം, മറ്റുള്ളവരോടും പറയാം. അള്ളാഹ് തന്നതാണ് പറയാ, അത് അള്ളാഹു തന്നതാണ്, അത് പറയാ. അൽഹംദുലില്ലാഹ് എന്ന് നാക്കുകൊണ്ട് പറയാ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, തദ്കുറുൻ നിഅം, നിങ്ങൾ നിഅമത്തുകളെ ആലോചിക്കുക. ഫഇന്ന ദിക്റഹാ ശുക്റുൻ, അത് ആലോചിക്കുന്നത് തന്നെ ശുക്റാണ്. അല്ലേ? അല്ലാഹു എനിക്ക് തന്നല്ലോ, പടച്ചറബ്ബ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ തന്നല്ലോ എന്ന ഓർമ്മ ഉണ്ടായാൽ, നിഅമത്തുകളെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടായാൽ, അത് തന്നെയാണ് ഖൽബ് കൊണ്ടുള്ള ആ ഓർക്കൽ തന്നെയാണ് ശുക്ർ. അമ്മ ശുക്റുല്ലദീ ഫിൽ ജവാരി, അവയവങ്ങളെ കൊണ്ടുള്ള ശുക്ർ, അൽ അമലു ബിഹാ, അവയവങ്ങളെ കൊണ്ട് അമൽ ചെയ്യല. കണ്ണിന് ശുക്റുണ്ട്, കാതിന് ശുക്റുണ്ട്, അവയവങ്ങളെ കൊണ്ട് ശുക്റുണ്ട്. കണ്ണിനുള്ള ശുക്ർ എന്താ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, കണ്ണുകൊണ്ടുള്ള ശുക്ർ എന്താ? കണ്ണുകൊണ്ടുള്ള ഇബാദത്ത്, കണ്ണുകൊണ്ടുള്ള ഇബാദത്ത്, മുസാഫിലേക്ക് നോക്കുക, കഅബാലയത്തിലേക്ക് നോക്കുക, മാതാപിതാക്കളെ നോക്കുക, നല്ല കാര്യങ്ങളിലേക്ക് നോക്കുക. അതേപോലെ കാതുകൊണ്ട് നല്ല കാര്യങ്ങൾ കേൾക്കുക, ഇൽമ് കേൾക്കുക, ഖുർആൻ ഓതുന്നത് കേൾക്കുക. ഇത് കാതുകൊണ്ടുള്ള ഇബാദത്താണ്, കാതുകൊണ്ടുള്ള ശുക്ര. അവയവങ്ങളെ കൊണ്ടുള്ള അമലുകൾ. ബഹുമാനപ്പെട്ട അബൂ ഹാസിം റഹിമഹുല്ലാഹ് മഹാനവറുകളോട് ചോദിച്ചു, മാ ശുക്റുൽ ഐനൈൻ, കണ്ണുകൊണ്ടുള്ള ശുക്ർ എന്താണ്? അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ശ്രദ്ധിക്കണം. ഖാല ഇദാ റഅയ്ത ബിമാ ഖൈറൻ, നിന്റെ കണ്ണുകൊണ്ട് ഒരു ഖൈർ നീ കണ്ടിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ എന്തൊക്കെ കണ്ടു, കണ്ണുകൊണ്ട് എന്തൊക്കെ കണ്ടു, ഖൈറുകൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, ദക്കർതഹു, അതിനെ നീ ഓർക്കുക. വൈദാ റഅയ്ത ബിഹിമാ ശർറൻ, കണ്ണുകൊണ്ട് ഷെറ് കണ്ടിട്ടുണ്ടെങ്കിൽ, സത്തർത്തഹു, അതിനെ മറക്കുക, അത് ആരോടും പറയാതിരിക്കുക. അല്ലേ? അത് പിന്നെ മറന്ന് അതിങ്ങനെ ചിന്തിക്കാതിരിക്കുക, അത് മനസ്സിന്ന് ഒഴിവാക്കുക. അത് ഹറാമായ കാഴ്ചകളാവാം, അത് പിന്നെ ഇങ്ങനെ ഓർക്കാതിരിക്കുക. കണ്ട കാഴ്ചകൾ ഇങ്ങനെ പിന്നെ ഓർക്കാതിരിക്കുക. ഇനി മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത കാഴ്ചകളാണെങ്കിൽ അത് പറയാതിരിക്കുക, അത് മറച്ചു വെക്കുക, ഒളിപ്പിച്ചു വെക്കുക. കണ്ണുകൊണ്ട് ഖൈറ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയുക, അത് ഓർക്കുക. ഷർറ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക, അത് മറക്കുക. ഇതാണ് കണ്ണുകൊണ്ടുള്ള ശുക്ർ. ഫമാ ശുക്റുൽ ഉദ്നൈനി, കാതുകൊണ്ടുള്ള ശുക്ർ. മഹാനവറുകൾ പറഞ്ഞു, ഇദാ സമയത്ത ബീമാ ഖൈറൻ, കാതുകൊണ്ട് ഖൈറ് കേട്ടിട്ടുണ്ടെങ്കിൽ ഹഫിൽതഹു, അത് പഠിക്കുക, അത് മനസ്സിലാക്കുക. കാതുകൊണ്ട് വാതൊക്കെ കേട്ടു, പഠിക്കുക, അത് മനസ്സിലാക്കുക. വൈദാ സമയത്ത ബീമാ ശർറൻ, ഷർറ് കേട്ടിട്ടുണ്ടെങ്കിൽ നസീത്തു, അതൊക്കെ മറക്കുക, അത് പറയാതിരിക്കുക. അല്ലേ? മനസ്സിലാകുണ്ടോ? അല്ലെ? വെറുതെ ഒരു ഫുളൂല്, ആവശ്യമില്ലാത്തൊരു വർത്താനം, അത് കേട്ടു, പൊട്ടിച്ചിരിച്ചു, പിന്നെ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇനി മറ്റുള്ളവരോട് പറയാൻ നൊണ, പ്രദീപ്, വൈബത്ത്, നമീമത്തൊക്കെ ഉണ്ടാവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അശ്ശുക്റു സലാത്ത് മനാസിൽ. അപ്പോൾ മൊത്തം ശുക്ർ 3 തരത്തിലുണ്ട്. ഒന്ന് ലമീറുൽ ഖൽബ്, ഖൽബ് കൊണ്ടുള്ള അത് പറയൊന്നും വേണ്ട, കൽബിലുണ്ടായാൽ മതി. അതാണ് ഒന്ന്. കൽബിലുണ്ടായാൽ, അത് കൽബിന്റെ ഉള്ളിലുണ്ടാവുക, അള്ളാഹു തന്നതാണ് എന്ന അറിവ് കൽബിലുണ്ടാവുക. പിന്നെയോ രണ്ടാമത്തത് നാക്കുകൊണ്ടുള്ള ശുക്ർ. അത് നാക്കുകൊണ്ട് അൽഹംദുലില്ലാഹ് പറയാം, നാക്കുകൊണ്ടുള്ള നിഅമത്ത് അത് പറയാം, അല്ലാഹു തന്ന നിഅമത്ത് മറ്റുള്ളവരോടും പറയാം. മുകാഫാത്തുൽ യദ്, പിന്നെ അവയവങ്ങളെ കൊണ്ടുള്ള പിന്നെ പ്രവർത്തിക്കുക, അത് ഇങ്ങനെ 3 ശുക്ർ. അഫാദത്തുകുമുൻ നഅമാഉ മിന്നി സലാസത്തുൻ യദീ വലിസാനി വല്ലമീറുൽ മുഹജ്ജബാ. അഫാദത്തുകുമുൻ നഅമാഉ മിന്നി സലാസത്തുൻ യദീ വലിസാനി വല്ലമീറുൽ മുഹജ്ജബാ. സ്വലാത്തുൻ വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖൽബ് കൊണ്ടും നാക്കുകൊണ്ടും അവയവങ്ങളെ കൊണ്ടും റബ്ബിനോട് ശുക്ർ ചെയ്യണം. അല്ലാഹു
ശുക്ർ കുറഞ്ഞവർ, വലിയ മനുഷ്യന്മാരാണെങ്കിൽ പോലും. ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ഉറുമ്പുകൾ സംസാരിച്ചിട്ടുണ്ട്. ഖുർആനാണ്. ഖാലത്തിൻ നംലത്തു, ല്ലേ? ഉറുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഉറുമ്പ് പല സംസാരം സംസാരിച്ചു. ഖുർആൻ പറഞ്ഞ സംസാരമുണ്ട്, മുത്തനബി പറഞ്ഞതുണ്ട്. ഒരു ദിവസം സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ഉറുമ്പ് പറഞ്ഞു, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയായ സുലൈമാൻ നബിയെ, അനാലാ ഖദരി അഷ്കുറുല്ലാഹ്, എന്റെ കഴിവനുസരിച്ച് ഞാൻ ശുക്ർ ചെയ്യുന്നവനാ, മിങ്ക, നിങ്ങളെക്കാൾ. ഒരു ഉറുമ്പ് പറയാണ്, സുലൈമാൻ നബിയെ, നബിയായ നിങ്ങൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നതിനേക്കാൾ ഞാൻ അള്ളാഹുവിനോട് എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ശുക്ർ ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ നല്ല ഒരു കുതിരപ്പുറത്ത്, ബഹുമാനപ്പെട്ട ഒരു കുതിരപ്പുറത്തായിരുന്നു. നല്ലൊരു കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോഴായി ഉറുമ്പ് വിളിച്ചു പറഞ്ഞത്. കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി ഫഖറ സാജിദൻ ലില്ലാഹ്, അല്ലാഹുവിന്റെ മുന്നിൽ ശുക്രിന്റെ സുജൂദ് ചെയ്തു. പടച്ച റബ്ബിന്റെ മുന്നിൽ ശുക്ർ ചെയ്തു, സുജൂദിൽ വീണു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഖാല ലൗലാ അന്നീ, അല്ലാഹുവോട് പറഞ്ഞു, റബ്ബേ ലൗലാ അന്നീ ഉബ്ജലുക ലസഅൽതുക അൻ തുൻസിയ മിന്നി മാ അഅതൈതനീ. പടച്ചവനെ, ലൗലാ അന്നി ഉബ്ജിലുക, പടച്ചവനെ ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്തുക എന്നതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ലസഅൽതുക അൻ തുൻസിയ മിന്നി മാ അഅതൈതനി, പടച്ചവനെ നീ എനിക്ക് തന്ന ഈ നിഅമത്തുകളൊക്കെ എന്നിൽ നിന്ന് ഊരിയെടുക്കാൻ ഞാൻ നിന്നോട് ദ്വാർക്കും. സുലൈമാൻ നബിക്ക് അല്ലാഹു അധികാരം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, സ്ഥാനമാനങ്ങൾ കൊടുത്തു. മൃഗങ്ങളെയും പക്ഷികളെയും ജിന്നുകളെയും ശൈത്താന്മാരെയും ഒക്കെ വഴിപ്പെടുത്തി കൊടുത്തു. അത്ര വലിയ ഒരുപാട് നിഅമത്ത് റബ്ബ് തന്നതാ. സുലൈമാൻ നബി അലൈഹിസ്സലാം പറയാണ്, പടച്ചവനെ ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്തുക എന്നത് അത് മാത്രം ഉദ്ദേശിച്ച, കാരണം നീ തന്നത് നിന്റെ തൃപ്തി കൊണ്ടാ. പടച്ചവനെ നീ എനിക്ക് അധികാരം തന്നത് നീ എന്തൊക്കെ ലക്ഷ്യമിട്ടത് കൊണ്ടാ, നിന്റെ തൃപ്തി ഉള്ളത് കൊണ്ടാ. ഈ നിയമത്ത് അതില്ലായിരുന്നുവെങ്കിൽ, നിന്റെ തൃപ്തിയെ ഞാൻ ഒഴിവാക്കേണ്ടി വരുമെന്നൊരവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് തന്ന ഈ നിയമത്ത് മുഴുവനും ഊരിയെടുക്കാൻ ഞാൻ നിന്നോട് പറയുമായിരുന്നു എന്ന് മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. കാരണം സുലൈമാൻ നബിക്കും അറിയാം എനിക്ക് ശുക്ർ പൂർത്തിയാക്കാൻ കഴിയൂല, അല്ലാഹു തന്ന നിഅമത്തിന് ശുക്ർ പൂർത്തിയാക്കാൻ കഴിയൂല. മഹാനായ സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് ആര്? സുലൈമാൻ നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാം കാന ഫീ മിഹ്റാബി, മഹാനവറുകളുടെ ഇബാദത്ത് ചെയ്യുന്ന മിഹ്റാബിലായിരുന്നു. ദാവൂദ് നബി നിസ്കരിക്കുന്ന മിഹ്റാബിലായിരുന്നു. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് ഇത് മറത്ത് ബഹീദുദത്തിന് ഒരു പുഴു ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു പുഴു ഇങ്ങനെ അരിച്ചു പോകുന്നത് കണ്ടു. അപ്പോൾ ബഹുമാനപ്പെട്ട ഒരു ഫതഫക്കറ ഫീ ഖൽഖി, ഈ പുഴുവിനെ അള്ളാഹ് പടച്ചതാണല്ലോ, അല്ലെ? ജീവനുള്ള, ഭക്ഷണം കഴിക്കുന്ന, വിസർജനം നടത്തുന്ന, ഇണചേരുന്ന, അങ്ങനെ ഉപകാരങ്ങളൊക്കെ പടച്ച റബ്ബ് എല്ലാ ജന്തുക്കൾക്കും കൊടുത്തതുപോലെ ഒരു ജീവി തന്നെയാണല്ലോ ഇപ്പൊ ഈ പോണത്, അള്ളാന്റെ ഒരു പടച്ചല്ലോ. പക്ഷെ എന്നാലും അങ്ങനെ മൂപ്പരിങ്ങനെ ചിന്തിച്ചിട്ട് വഖാമ, അങ്ങനെ മൂപ്പരിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്താ തുടങ്ങി? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ആക്കിയാലോ, അല്ലേ? ഒരു പുഴു ആക്കിയാലോ ഇതിനെ, അല്ലേ? മനുഷ്യരൊക്കെ അറപ്പും വെറുപ്പുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പോ ആളുകളെ കണ്ടാൽ തച്ചൊല്ലുന്ന ഒരു അയ്ബുള്ള ഒരു പുഴു ആക്കിയാലോ, ഇങ്ങനെ ഒരു പുഴുവാക്കി അള്ളാഹ് ഇതിനെ പടച്ചല്ലോ എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പുഴുവിന് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തു. ഫഅന്തഖല്ലാഹു ലഹു, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിപ്പിച്ചു ഈ പുഴുവിനെ. ഈ പുഴു സംസാരിക്കാൻ തുടങ്ങി. യാ ദാവൂദ്, യാ നബിയല്ലാഹ്, അള്ളാഹിന്റെ നബിയായ ദാവൂദ് നബിയെ, തുഅ്ജിബുക നഫ്സക്, ഓ നിങ്ങളിപ്പോ നല്ല ആള്, ഞാനൊരു ഒന്നിനും പറ്റാത്ത ആള്, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ശരീരം, അതിൽ നിങ്ങൾക്ക് ഒരു തൻപോരിമ തോന്നുന്നുണ്ടോ? അതിൽ നിങ്ങൾക്ക് ഒരു ഉജ്ജബ് തോന്നുന്നുണ്ടോ? എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു നിസ്സാരതയും തോന്നുന്നുണ്ടോ? അള്ളാഹു എനിക്ക് തന്ന കഴിവിന് അതിനപ്പുറം എന്റെ കഴിവിന്റെ പരമാവധി അത് കുറഞ്ഞ ഞാൻ അള്ളാഹുവിന്റെ ദിക്റുള്ളവനാണ്. വാഷ്കറു, ഞാൻ പടച്ച റബ്ബിന് ശുക്റുള്ളവനാണ്. എന്റെ ഈ തടിക്കനുസരിച്ച്
എനിക്ക് തന്നതനുസരിച്ച് ഞാൻ അള്ളാഹുവിനെ എപ്പോഴും ദിക്ർ ചൊല്ലുന്നവനും പടച്ചറബിന് ശുക്റുള്ളവനും ഞാൻ മോശമാണ് എന്ന നിലക്ക് നിങ്ങള് ചെറുതായി കണ്ടോ? നിങ്ങൾ വലിയ ആളാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയോ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, ദാവൂദ് നബി അലൈഹിസ്സലാം റബ്ബിന്റെ മുന്നിൽ ഖേദിച്ചു മടങ്ങി. പടച്ചവനെ, അല്ലാഹുവേ, എനിക്ക് നിന്നോടുള്ള ശുക്ർ ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയാത്തവനാണ് എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം പറയുകയും ചെയ്തു. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഏറ്റവും ഉന്നതന്മാരായ ശാക്കരിയങ്ങളിൽപ്പെട്ടയാളായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. മഹാനവറുകൾ പറഞ്ഞ ഒരാശയം ബഹുമാനപ്പെട്ട ഒരു മഹാനായ ഒരു ആലിം പദ്യരൂപത്തിൽ പറഞ്ഞു. ലൗ അന്നലി ഫീ കുല്ലി മംബിതി ശറത്തിൻ ലിസാനൻ യുതീലു ശുക്ര കുന്തു മുഖസ്സിറ വലൗ അന്നലി ഫീ കുല്ലി മംബിതി ശറത്തിൻ. എന്റെ ഓരോ രോമങ്ങളുടെ എണ്ണം കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ലിസാനൻ, എനിക്ക് നാക്ക് തന്നാൽ, എന്റെ ശരീരത്തിലെ ഓരോ മുടികളുടെയും രോമങ്ങളുടെയും എണ്ണം കണ്ട് അള്ളാഹു എനിക്ക് നാക്ക് തന്നാൽ, എന്റെ ഓരോ രോമങ്ങൾക്കും ഓരോ മുടികൾക്കും സംസാരിക്കാനുള്ള കഴിവ് തന്നാൽ, എന്നിട്ട് എന്നെ മുഴുവനും എന്റെ ആ രോമങ്ങളുടെ എണ്ണം കണ്ട് എല്ലാ നാക്കുകളും പടച്ചറബിന് ശുക്ർ ചെയ്താലും എന്നാലും എനിക്ക് പടച്ചറബിനോടുള്ള ശുക്ർ പൂർത്തിയാക്കാൻ കഴിയൂല. കുന്തോ മുഖസ്സിറ, അള്ളാഹ്ക്കുള്ള ശുക്റിൽ ഞാൻ വീഴ്ച വരുത്തിയവനാകും എന്ന് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞ ആശയമാണ് മഹാനവറുകൾ മനോഹരമായി കോർത്തിണക്കിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് റബ്ബിനോട് ശുക്റുണ്ടാവണം. ഒന്ന്. രണ്ട്, എല്ലാ കാര്യങ്ങളെയും സന്തോഷമാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സന്തോഷത്തിന്റെ വഴികളിൽ അതിന്റെ മറ്റൊരു ഭാഗം മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. ശ്രദ്ധിക്കണേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. ശ്രദ്ധിക്കണേ. ബഹുമാനപ്പെട്ട മഹാനായ ഇബ്രാഹിം ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയാ, ലൗ വസനത് കലിമത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമഹാസിനിൻ നാസി. മുത്തുനബി പറഞ്ഞ ഒരു വാക്കും ജനങ്ങളുടെ മുഴുവൻ നന്മകളും ഒരു മീസാനിലിട്ട് തൂക്കി നോക്കിയാൽ ലറജഹത്ത് റസൂലുള്ളാഹിന്റെ ആ വാക്കിനാണ് കനം തൂങ്ങുക എന്ന് പറഞ്ഞു. എങ്ങനെ? ശ്രദ്ധിക്കണേ. ലൗ വസനത്ത് കലിമത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂലിന്റെ ഒരു വാക്കും ജനങ്ങളുടെ മുഴുവൻ നന്മകളും ഒരു മീസാനിൽ തൂക്കി നോക്കിയാൽ ലറജഹത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വാക്കിനാണ് കനം. മഹാനവറുകൾ പറഞ്ഞു, ഏതാണ് ആ വാക്ക്, ഏതാണ് ആ ഹദീസ്? ജനങ്ങളുടെ നന്മകളൊക്കെ ഒരു തുലാസിൽ മുത്തുനബിയുടെ ഒരു ഹദീസ് മറ്റേ തട്ടിലോ, എന്നാൽ അതിനാണ് റസൂലുള്ളാഹിന്റെ ഹദീസാണ് കനം തൂങ്ങുക. ഏതാണ് ആ ഹദീസ്? മഹാനവറുകൾ പറഞ്ഞു, ഇന്നക്കും ലൻ തസഉൻ നാസ ബി അംവാലിക്കും ഫതസഉഹും ബി അഖ്ലാഖിക്കും. നിങ്ങൾ ജനങ്ങൾക്ക് വിശാലത ചെയ്തു കൊടുക്കേണ്ടത്
നിങ്ങൾ ജനങ്ങൾക്ക് വിശാലത ചെയ്തു കൊടുക്കേണ്ടത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല. സമ്പത്ത് കൊണ്ട് മാത്രം ജനങ്ങൾക്ക് വിശാലത ചെയ്താൽ അത് വിശാലതയാവൂല. വലാകിൻ ഫതസഊഹും ബിഅഖ്ലാഖികും, നിങ്ങളുടെ സ്വഭാവങ്ങളെ കൊണ്ടാണ് നിങ്ങൾ ആളുകൾക്ക് വിശാലത ചെയ്തു കൊടുക്കേണ്ടത്. നിങ്ങളുടെ സ്വഭാവം പെരുമാറ്റം കൊണ്ടാണ് ആളുകളെ സന്തോഷിപ്പിക്കേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്ത് സന്തോഷിപ്പിക്കാൻ കഴിയും, കൊടുത്ത് സന്തോഷിപ്പിക്കണം. അതിനേക്കാൾ ആളുകളെ സന്തോഷിപ്പിക്കാൻ കഴിയാ നിന്റെ സ്വഭാവം കൊണ്ട്, നിന്റെ വാക്കുകൊണ്ട്, നിന്റെ പെരുമാറ്റം കൊണ്ട്, നിന്റെ വർത്തമാനം കൊണ്ട്, സ്വഭാവം കൊണ്ട്. റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹുസ്നുൽ ഖുലുഖ്, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്ത ഏറ്റവും വലിയൊരു നിഅമത്താണ്. ഹുസ്നുൽ ഖുലുഖ് പടച്ച റബ്ബ് ചെയ്തു തരുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, മുത്തുനബിയെ, അയ്യുന്നാസി അഹബ്ബു ഇലൈക, ജനങ്ങളിൽ ഏറ്റവും അങ്ങേക്ക് ഇഷ്ടപ്പെട്ടവരാരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൻഫഉന്നാസി ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവർ. അല്ലേ? ശ്രദ്ധിക്കണേ, നമ്മൾ കേട്ടതാണ്. പറയാ ശ്രദ്ധിക്കണേ. എന്ത്? മുത്തുനബിയോട് ചോദിച്ചു, നബി അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ആരാ? റസൂലുള്ള പറഞ്ഞു, കുറെ നിസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരെന്നല്ല, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവർ. യാ റസൂലല്ലാഹ്, അയ്യുൽ അഅമാലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്താണ്? അപ്പൊ മുത്തുനബി പറഞ്ഞു, ഇദ്ഖാലു സുറൂരി അലൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ ഖൽബില്, മനസ്സിൽ ഇഷ്ടം കൊടുക്കുക, ഒരാളെ സന്തോഷിപ്പിക്കുക. ഏറ്റവും നല്ല അമൽ എന്താ? നിസ്കാരാണ്, നോമ്പാണ് എന്നല്ല. ഏറ്റവും നല്ല അമല് മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. അപ്പൊ ചോദിച്ചു, എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടത്? സന്തോഷിപ്പിക്കാൻ എന്താ? ഒരു നുണ പറഞ്ഞിട്ട് ഒരു ചിരിപ്പിക്കലാണോ? ഒരു കോമഡി പറഞ്ഞു ചിരിക്കുക, അതാണോ സന്തോഷിപ്പിക്കൽ? അല്ല. വമാ സുറൂറുൽ മുഅ്മിൻ, എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത്? അപ്പൊ പറഞ്ഞു, ഇശ്ബാഉ ജുഅതി, അവന്റെ വിശപ്പടക്ക. അല്ലേ? വിശപ്പുള്ള ആളുകളാണോ പാവങ്ങളാണോ അവരെ ആ നിലക്ക് സന്തോഷിപ്പിക്കുക. വതൻഫിസു ഖുർബത്തി, അവരുടെ വിഷമങ്ങള്, പ്രയാസങ്ങള് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുക. മറ്റൊരു മുഅ്മിൻ ഒരാളെ സംബന്ധിച്ച് അയാളെ സന്തോഷിപ്പിക്കാൻ, അയാളൊരു കുടുക്കൽ കുടുങ്ങിയിട്ടുണ്ട്, അതിന് രക്ഷപ്പെടുത്ത എങ്ങനെ? അത് അങ്ങനെ രക്ഷപ്പെടുത്താം. വഖളാഇ ദൈനി, കടം വീട്ടി കൊടുക്കുക. ഒരാൾക്ക് കടമുണ്ട്, ആ കടം വീട്ടാൻ സഹായിക്കുക. വമൻ മശാ മഅ അഖീ ഫീ ഹാജത്തിൻ, ഒരാള് മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി അയാളുടെ കൂടെ നടന്നു. ഒരാള് പറഞ്ഞു, കടാ അങ്ങനൊരു കാര്യം ഒന്ന് സഹായിക്കണം, ഇത് പോരെ, കൊണ്ടുപോയി, എവിടേക്കെങ്കിലും കൊണ്ടുപോയി. ചിലപ്പോ കുറവാണ്ട്, തിരുവനന്തപുരത്ത് പോകാണ്ട്, അല്ലെങ്കിൽ തൃശ്ശൂർക്ക് പോകാണ്ട്, കോഴിക്കോട്ടേക്ക് പോകാണ്ട്, അല്ല എത്ര യാത്ര ചെയ്യേണ്ടി വന്നാലും, എത്ര ബുദ്ധിമുട്ടിയാലും, ഉറക്കൊഴിച്ചാലും, എന്തിനു വേണ്ടിയാണ്? അല്ലേ? നമ്മളിങ്ങനെ പറയും, എന്തിനാ ചങ്ങായേ വെള്ളം ഉണങ്ങണത്? എണ്ണക്കാണ്. ഇജ്ജ് എന്തിനാ കുറിഞ്ചാത്ര ഉണങ്ങണത്? എന്തിനാന്ന് വെക്കുന്നത്? ഓൻ പോയാലോ ഓനക്ക് കാര്യം ഉണ്ടാവും, ഇജ്ജ് എന്തിനാ വെറുതെ ഓന്റെ പിന്നാലെ പോയിട്ടല്ലോ? ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി പോയാൽ, ഒരു സഹോദരന്റെ ആവശ്യത്തിലൂടെ പോയാൽ, കാനക സിയാമി ശഹരിൻ വ ഇത്തികാഫി, ഒരു മാസം ഇത്തികാഫോടുകൂടെ നോമ്പ് നോറ്റ കൂലിയാണ്. ഇത്തികാഫുണ്ട്, നോമ്പുണ്ട്. ഒരു മാസം മുഴുവൻ നോമ്പ് നോൽക്കുക, പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുക, നോമ്പ് നോൽക്കുക. ഇത്തികാഫോടുകൂടെ നോമ്പ് നോറ്റ ഒരു മാസം കൂലിയാണ്. ഒരു സഹോദരന്റെ കൂടെ അവന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ പോയാൽ. ഒമൻ മശാമായ മദലൂമിൻ, അക്രമിക്കപ്പെട്ടവനെ, അടിച്ചമർത്തപ്പെട്ടവൻ, കുടുങ്ങിയവൻ, അല്ലെ മറ്റുള്ളവർ കുടുക്കിയവൻ, ഓനെ ആ കുടുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി യുഈനുഹു, അതിനുവേണ്ടി അവന്റെ കൂടെ പോയാൽ, സബ്ബത്തല്ലാഹു ഖദമുഹു യൗമ തസില്ലുൽ അഖ്ദാം, ആളുകളുടെ കാലുകൾ വറക്കുന്ന ദിവസം മഹ്ശറയിൽ, സിറാത്ത് വിട്ട് കടക്കുമ്പോഴും മഹ്ശറയിലും കാലുകൾ വറക്കുന്ന ആ ദിവസത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ ഉറപ്പിച്ചു നിർത്തും എന്ന് മഹാനായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാം, മൻ മശാ ഫീ ഹാജത്തി അഖീൽ മുസ്ലിമി, ഒരു മുസ്ലിമായ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി അവന്റെ കൂടെ പോയാൽ, കുത്തിബ ലഹു, അവന് വേണ്ടി എഴുതപ്പെടും, ബിക്കുല്ലി ഖത്വത്തിൻ, അവന്റെ ഓരോ ചവിട്ടടിക്കും 70 ഹസന, 70 ഹസനത്ത്, വകഫറ അൻഹു, അവനെ തൊട്ട് അല്ലാഹു പുറത്തു കൊടുക്കും, മായ്ച്ചു കളയും, 70 സയ്യിഅ, 70 പാപങ്ങൾ. ഒരാളുടെ ആവശ്യത്തിന് നമ്മൾ എന്താ ചെയ്ത് 70 തൊട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയതല്ല, അല്ലെ? പാപം പൊറുപ്പിക്കാനും അതേപോലെ ഹസനത്ത് കിട്ടാനും
ചെയ്ത പടി എന്താ? ഒരു മുസ്ലിമിന്റെ ഓന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കേണ്ടി ഓന്റെ കൂടെ ഓരോ ചവിട്ടടിക്കും. ഒരു ചവിട്ടടിയാണ് വെച്ചാൽ അതിന് 70 ഹസനത്ത് നമ്മുടെ കിതാബിൽ വീണു എഴുതി. 70 പാപം അള്ളാഹു പുറത്തു തന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൻ ഖലാ ലി അഖീൽ മുസ്ലിമി ഹാജതൻ, ഇനി മുത്തുനബി പറയാം ഒരു ഹദീസ് കൂടെ, ശ്രദ്ധിക്കണം. മൻ ഖലാ ലി അഖീൽ മുസ്ലിമി ഹാജതൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഒരു ആവശ്യം ഒരാൾ നിറവേറ്റി കൊടുത്തു. എന്നാൽ കുന്തു വാഖിഫൻ ഇൻദ മീസാനി, അവന്റെ മീസാനിൽ ഞാൻ അവിടെ നിൽക്കും. മനസ്സിലാവുണ്ടോ? ഒരാള് മഹ്ശറയിൽ മീസാനില് നന്മ തിന്മകൾ കനം തൂക്കുമ്പോൾ ഒരാളുടെ നന്മ തിന്മ കനം തൂക്കാൻ ആരാണ് ആള്? അവൻ മൻ ഖലാ ലി അഖീഹിൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ആവശ്യം നിറവേറ്റി കൊടുത്ത ആളാ. ഹലാലായ ഒരാവശ്യം, ദീൻ അനുവദിച്ച ഒരാവശ്യം, അയാളെ സന്തോഷിപ്പിച്ച ഒരു മുഅ്മിനിന് വേറെ ഒന്നും ഒരു ലാഭമല്ല, ഒരു ലക്ഷ്യമല്ല. നല്ല ലക്ഷ്യത്തിലുള്ള നമ്മുടെ ഒരു കൂട്ടുകാരനെ, നമ്മുടെ അയൽക്കാരനെ, ഒരു പാവത്തെ അയാളെ സഹായിച്ചു. അങ്ങനത്തെ ഒരാളാ. ഓന്റെ നന്മതിന്മകൾ തൂക്കുന്ന സമയത്ത് മുത്തുനബി പറയാ കുന്തു വാഖിഫൻ ഇൻദ മീസാനി, അല്ലാഹുവിന്റെ റസൂൽ പറയാ, മുത്തുനബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ ഞാൻ നിൽക്കും അവന്റെ നന്മതിന്മകൾ തൂക്കുന്നത് വരെ ഞാൻ അവിടെ നിൽക്കും. എന്നിട്ട് ഫൈൻ റജഹ, അവന്റെ നന്മകളെ കൊണ്ട് കനം തൂങ്ങി അവൻ രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടും. അല്ല, ഇനി അവന് ഹസനാത്ത് കുറവാണ്, നന്മകളെ കൊണ്ട് അവന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, തിന്മകളെ കനച്ചതലഹു, ഞാൻ അവന് ശഫാഅത്ത് ചെയ്തിട്ട് ഞാൻ അവനെ രക്ഷപ്പെടുത്തുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവിടെ അവന്റെ നന്മ തിന്മകൾ, ഇവന്റെ തിന്മകൾ കൂടുതലാ, പക്ഷെ അവനക്കൊരു നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. എന്ത്? മറ്റുള്ളവരെ സഹായിക്കും, അവന്റെ കൂടെ പോകും, മറ്റുള്ളവർക്ക് വേണ്ടി അടങ്ങറാവും, മറ്റുള്ളവർക്ക് വേണ്ടി ഒരുകി ഒലിക്കാൻ തയ്യാറാവും. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. തിന്മകളെ കൂടുതലുണ്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ പറ ഞാൻ അവനെ ശഫാഅത്ത് ചെയ്യും എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരുടെ രീതി അങ്ങനെയല്ലേ? മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, അതൊരു മുഅ്മിനിന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള മനസ്സ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം അല്ലേ? അങ്ങനെയായിരുന്നു മുൻഗാമികളുടെ രീതി. പാപികൾ തെറ്റുകാരാണെങ്കിൽ പോലും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ആളുകൾ വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, അവിടെ ചില ആളുകൾ ചീട്ടളിക്കുന്നുണ്ട്, അവിടെ ആളുകൾ കള്ളുടിക്കുന്നുണ്ട്, അവരെ ഇങ്ങനെ ഒഴിഞ്ഞുപോയിട്ട് തെറ്റ് ചെയ്യുന്നുണ്ട്. ഭരണാധികാരിയാ അല്ലേ? നമ്മളെന്ത് ചെയ്യും? നമ്മൾ പറയും, പോലീസിനോട് പറയും, എന്നോട് തന്നെ അനാശാസ്യം നടക്കുന്നുണ്ട്, പോലീസുകാർ വണ്ടിയെടുത്ത് എന്ന് ആളുകളെ പൊക്കും, ജയിലിൽ കൊണ്ടുപോയി അടക്കും, ശിക്ഷിക്കും അല്ലേ? ഇന്ന സ്ഥലത്ത് ഇന്നത് നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മഹാനായ ഖലീഫ ഭരണാധികാരി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയപ്പെട്ട ദുആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇലാ ഖവാമിൻ, ചില ആളുകളെ കുറിച്ച് എന്തിനു വേണ്ടി ലിയഖുദും, അവരെ പൊടികൂടി ശിക്ഷിക്കാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അറിയിപ്പ് കൊടുത്തു. മഹാനവറുകൾ അവരെ പിടിക്കാൻ വരാ. ഇത് ഇവരറിഞ്ഞു, ഇവരെന്ത് ചെയ്തു? ഫഫ്തറഖു ഖബല അൻ യഖുദുഹും ഉസ്മാൻ, ഭരണാധികാരി ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരെ പിടിക്കുന്നതിന് മുമ്പ് അവരെ ചിന്ന ഭിന്നമായി ഓടി കേസിലായി, എല്ലാവരും ഓടി കേസിലായി. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് 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 എന്ന് റബ്ബിനെ ശുക്ർ ചെയ്യാൻ മാത്രമല്ല, ഫഅതഖ റഖബതൻ ശുക്രൻ ലില്ലാഹ്, അല്ലാഹുക്ക് ശുക്റായിട്ട് മഹാനവറുകൾ അടിമകളെ മോചിപ്പിക്കാൻ അൽഹംദുലില്ലാഹ് ശുക്റായിട്ട്. എന്തിനു വേണ്ടി? മഹാനവറുകൾ പറയാണ്, ഇദ്ലം യജുറ അലാ യദൈഹി ഫളിഹത മുസ്ലിം, ഒരു മുസ്ലിമിനെ അവരാരാന്ന് അറിയൂല, അവർ ഓടിക്കീച്ചലായി ഓരോരുത്തരും അല്ലേ? പിടിച്ചാൽ ഇസ്ലാമിക ഭരണാധികാരത്തിൽ പരസ്യമായി ശിക്ഷിക്കും. കട്ടോരാണെങ്കിൽ എന്ത് ചെയ്യും? കൈമുറിക്കും. വ്യഭിചരിച്ചവരാണെങ്കിൽ കൊല്ലും. അങ്ങനെയൊക്കെയുള്ള ശിക്ഷ അവർ വഷളത്തരത്തിലാവും. കുറ്റവാളിയാണെന്ന് ജനങ്ങൾ അറിയും. അപ്പോ ഞാൻ ചെന്നപ്പോഴേക്ക് അവർ ഓടിക്കീച്ചലായി. അൽഹംദുലില്ലാഹ്, അത് വളരെ നന്നായി. കാരണം അവനൊരു മുസ്ലിമാ, അവനെ പിടികൂടി അവൻ വഷളാകും, അവന്റെ അഭിമാനം പിച്ചു ചീന്തപ്പെടും. അഭിമാനം പിച്ചു ചീന്തപ്പെടാതെ അവനെ അള്ളാഹു വഷളാക്കിയില്ല. എന്റെ കൈക്ക് ഞാൻ പിടികൂടിയിട്ട് അവന് വഷളായില്ല, അള്ളാഹു അവനെ രക്ഷപ്പെടുത്തി, അവന്റെ അഭിമാനം അള്ളാഹു കാത്തു സംരക്ഷിച്ചു. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട റബ്ബിനെ ശുക്ർ ചെയ്യുകയും അതിന് സന്തോഷത്തിന്റെ പേരിൽ അടിമകളെ മോചിപ്പിക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലെ, മഹാന്മാരായ ഔലിയാക്കൾ അവരുടെയൊക്കെ ജീവിതത്തിൽ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ അല്ലെ, സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ഒരു നാട്ടിൽ ചെന്നപ്പോ ആ നാട്ടുകാർ പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞു? തമ്മാടികളായ ചെറുപ്പക്കാരെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, മഹാനവറുകൾ തമ്മാടികളാ, കുറ്റവാളികളാ, ഞങ്ങൾ പൊറുതി മുട്ടിയിട്ടുണ്ട്, ഇടങ്ങറ, ഇവരെ കൂക്കും വിളിയും സഹിക്കാൻ വയ്യ, ഇവർ കള്ളുടിക്ക, കൂത്താട, ഒച്ചും വിളിയും ബഹളവും, പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങാൻ വയ്യ, ഇവരെ ശല്യം, നിങ്ങൾ ഇവർക്കെതിരെ ദ്വയർക്കണം എന്നാണ്. ആ സമയത്ത് അവരൊരു കപ്പലിൽ ഇങ്ങനെ പോവുക, കുടിച്ച് കൂത്താടി മതോന്മത്തരായി ചെണ്ടമുട്ടി ബഹളം വെച്ച് അടിച്ചു പൊളിച്ച് നൃത്തം ചെയ്ത് ഡാൻസ് ചെയ്ത് ഒരു കായലിലൂടെ ഒരു ബോട്ടില് അവരങ്ങനെ യാത്ര ചെയ്യുമ്പോ അവരെ ചെയ്ത് ആ പോണു അവര്, നിങ്ങൾ ദ്വയർക്കണം, അവർക്കെതിരെ ദ്വയർക്കണം. മഹാനവറുകൾ കൈയുയർത്തി ദ്വയർന്നു. എന്താ ദ്വയർന്നു? മുക്കിക്കൊല്ലണേന്നല്ല, ഇടുത്തി വീഴണേന്നല്ല, നശിപ്പിക്കണേന്നല്ല, എന്താ ദ്വയർന്ന്? പടച്ചവനെ, അല്ലാഹുവേ, അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും, അല്ലാഹുവേ, അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയ. ആ ചെറുപ്പക്കാര് ദുനിയാവിൽ അടിച്ചു പൊളിക്കാം, അവര് സന്തോഷിക്കാണ്, അവര് കുടിച്ചു കൂത്താടാണ്, അവര് എന്താണ്, അവരെങ്ങനെ ആർമാദിക്കാണ്, അല്ലെ, അവരിങ്ങനെ അടിച്ചു പൊളിക്കാണ്. പടച്ചോനെ, അവരെ നീ എന്താ അവരെ സന്തോഷം, എന്താ അവരെ ഒച്ചയും ബഹളവും, സന്തോഷത്തിലാണ് അവർ അടിച്ചു പൊളിക്കുക. പടച്ചോനെ, അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയ, ദുനിയാവിൽ അവരെ നീ സന്തോഷിപ്പിച്ചതുപോലെ പടച്ചോനെ, പരലോകത്ത് അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ എന്ന് ദ്വയർന്നു. അല്ലാതെ അവരെ മുക്കൊല്ലണേ നല്ല ദ്വയർന്നപ്പോഴും അവരൊക്കെ നന്നായി. മഹാനവരുടെ ആ ഒരൊറ്റ ദുആ കൊണ്ട് അവരൊക്കെ, ആ ചെറുപ്പക്കാരൊക്കെ നന്നായി. അപ്പോൾ മഹാന്മാരുടെ രീതി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് ഉപദ്രവിച്ചാലും അവരെയും സന്തോഷിപ്പിക്കണം, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിപ്പിക്കണം, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാം. അല്ലെ, പിന്നെ നിങ്ങൾ ആരെങ്കിലും മുൻകറൻ, നിങ്ങൾ ആരെങ്കിലും ഒരു മുൻകർ കണ്ടാൽ, ഒരു തമ്മാടിത്തരം കണ്ടാൽ, ഒരു വൃത്തികേട് കണ്ടാൽ, ഫല്യുഗയ്യിർഹു ബിയദിഹി, അത് കൈകൊണ്ട് തടുക്കണം, കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. കൈകൊണ്ട് തടുക്കാൻ പറ്റുന്നത്, തടുത്താൽ നേരാവുച്ചെങ്കിൽ അങ്ങനെ തടുക്കുക. അല്ലെ, ശിക്ഷിച്ചാൽ നേരാവോ ശിക്ഷിക്കുക, മക്കള് തെറ്റിയതോ ശിക്ഷിച്ചാൽ നേരാവോ അപ്പോ ശിക്ഷിക്കുക. കൈകൊണ്ട് കൈകാര്യം ചെയ്ത്, കൈകൊണ്ട് കയ്യോക്ക് കൊണ്ട് തടുക്കാൻ കഴിയുന്ന അങ്ങനെ തടുക്കുക. അതിന് കഴിയൂലേ, അതിന് കഴിയൂലെ, നാക്കൊണ്ട് സംസാരിച്ച് ഉപദേശിച്ചിട്ട് നേരാക്കുക. ഉപദേശിച്ചിട്ട് നേരാക്കാൻ കഴിയണില്ലേ, കൽബ് കൊണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം പറഞ്ഞു മഹാന്മാർ ഹദീസിനെ വ്യാഖ്യാനിച്ച്. ചിലപ്പോ കൽബ് കൊണ്ട് വെറുത്താൽ നേരാവും. അല്ലെ, നമ്മള് ഓനെ ഒഴിവാക്കിയേ, വാപ്പനോട് വെറുത്തു, ഉമ്മനോട് വെറുത്തു, അല്ലെങ്കിൽ ഞാൻ ഈ തെറ്റുകാരനായതുകൊണ്ടാണ് ഇപ്പൊ എന്റെ കൂട്ടുകാരും നാട്ടുകാരൊക്കെ എന്നോടൊരു വെറുപ്പ്, അപ്പൊ ഇവൻ നന്നാവാൻ കാരണമാകും, അങ്ങനെ വെറുക്കുക. അല്ലെങ്കിൽ അവനെ നന്നാവാൻ വേണ്ടി ദ്വയർക്കുക. കൽബ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഫൈലം എസ്തത്തെ, അതിനും കഴിയില്ലെങ്കിൽ കൽബ് കൊണ്ട് തന്നെ ദ്വയർക്ക. പഠിച്ചോനെ, അവനെ നന്നാക്ക റബ്ബേ, അവനെ നന്നാക്ക റബ്ബേ എന്ന് ദുആ ചെയ്യാ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സന്തോഷിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്ർ, വിർദുൻ നബവി ഒക്കെ ചൊല്ലാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വളരെ പെട്ടെന്ന് വിർദുൻ നബവി കുറച്ചുള്ളൂ, അത് കൂടുതൽ നീട്ടിക്കൊണ്ട് പോകാനൊന്നുമില്ല, അത് വളരെ വേഗത്തിൽ തീരും. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത്, ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ദിക്റിന്റെ ചെറിയ പുസ്തകം അവിടെ തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾക്കൊക്കെ വാങ്ങാം. അതായത് അത് എന്താണ് എന്ന് ഇന്നലെ സൂചിപ്പിച്ച് ഒന്നും കൂടെ പറയാണ്. അതിനിപ്പോ ഇന്ന് നമ്മൾ ചൊല്ലുന്ന വിർദുൻ നബവി അതിലുണ്ട്, അതേപോലെ ഹിസ്ബുൽ ബഹർ, അതേപോലെ ഹിസ്ബുൽ നസർ, അങ്ങനെയുള്ള. പിന്നെ പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ദിക്റും ഉണ്ടായിക്കൊള്ളുന്നില്ല, മനസ്സിലാക്കാൻ. നമ്മളിപ്പോ ഒരു ദിക്റിന്റെ ബുക്ക് വാങ്ങിപ്പോ നോക്കുമ്പോ അതൊന്നും ഇതിലില്ല എന്ന് ചിന്തിക്കണ്ട. അതായത് അതിലിപ്പോ ഉൾപ്പെടുത്തിയത് എല്ലാം കൂടെ ഒറ്റ ബുക്കിലാക്കാനും കഴിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ പരിശ്രമിച്ച് അങ്ങനെ ആയി കിട്ടിയതാണ്. അതായത് ഇപ്പോ ഈ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട ദിക്റുകളൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്ങനെ ഇപ്പൊ നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലേണ്ടത്, അല്ലെങ്കിൽ റമദാനിൽ ചൊല്ലേണ്ടത്, അതേപോലെ പിന്നെ ബറാത്ത് രാവിലെ ചൊല്ലേണ്ടത്, അങ്ങനെയുള്ള ദിക്റുകളൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൽ ഉൾപ്പെടുത്തിയത് ഇങ്ങനെയുള്ള ചില ഹിസ്ബുകളും വിറുദുകളൊക്കെ ഉണ്ട്. അതോടൊപ്പം അതിന്റെ പേര് ബഹുമാനപ്പെട്ട യൂസുഫുൻ നബഹാനി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചത്, അത് നമ്മൾ അതിന്റെ വിവർത്തനവും അതിന്റെ ക്രോഡീകരണവും നടത്തിയ ഒരു പുസ്തകമാക്കി ഇറക്കിയതാണ്. പക്ഷെ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. മഹാനവറുകൾ അതുകൊണ്ട് പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ കൂടി, പ്രയാസങ്ങൾ കൂടി, രോഗങ്ങള്, വിഷമങ്ങള്, കടങ്ങള്, പലതരത്തിലുള്ള വിഷമങ്ങള്. ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ വേണ്ടി
ഹദീസുകളിൽ വന്ന കിതാബുകളിൽ വന്ന വളരെ പ്രാമാണികമായ മുത്തുനബി പഠിപ്പിച്ച അമ്പിയാക്കൾ പഠിപ്പിച്ച ഔലിയാക്കൾ പഠിപ്പിച്ച ദിക്റുകൾ അത് നമ്മൾ എണ്ണം കണക്കാക്കാതെ നമ്മൾ ചൊല്ല എണ്ണം കണക്കാക്കിയിട്ട് ചൊല്ല 10 വട്ടം 100 വട്ടം 1000 വട്ടം എത്ര നമുക്ക് ചൊല്ല അത് 152 ആ 152 എണ്ണവും മുഫർരിജുൽ ഖുറൂബാൻ എന്ന് പറഞ്ഞാൽ വേദനകൾ പ്രയാനുള്ളതാണ് ഖുറൂബാൻ ഖൽബുകളെ സന്തോഷിപ്പിക്കാനുള്ളതാണ് ഓരോന്നും അതിന്റെ ഫളായിലുകളൊക്കെ അതിനോടൊപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഹാനായ മുത്തുനബി കടം കൊണ്ട് വലഞ്ഞ ആളുകളോട് ചെല്ലാൻ പറഞ്ഞ ദുആ പ്രസവ വേദന അനുഭവിച്ച പെണ്ണുങ്ങളോട് ചെല്ലാൻ പറഞ്ഞ ദുആ പല ബുദ്ധിമുട്ടിൽ കുടുങ്ങിപ്പോയവർ സിഹിർ ബാധിച്ചവരോട് ചെല്ലാൻ പറഞ്ഞ ദുആ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ നീങ്ങാനും അതേപോലെ ഹാജത്തുകൾ ആഗ്രഹങ്ങൾ നിറവേറാനുള്ള ദുആ ഇങ്ങനെ പഠിപ്പിച്ച ദുആകൾ ഉൾപ്പെടുത്തിയ ഒരു പുസ്തകമാണത് അത് ഇൻഷാ അല്ലാഹ് ഒരു 40 റുപ്യ അതിന്റെ ഒരു വിലയായിട്ട് വരും കാരണം അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സഹകരിക്കുക ഇനി 40 ഇല്ലാത്ത ആളുകൾ അത് വാങ്ങിക്കൊള്ളും കുഴപ്പമില്ല 30 കൊടുത്താലും 20 കൊടുത്താലും ഒന്ന് വാങ്ങാം എല്ലാരും കൂടെ കൂടി പിന്നെ നമുക്ക് അതിന്റെ ഒരു ചെലവ് ഉണ്ടായി കിട്ടിയാൽ മതി അല്ലാതെ അതൊരു ലാഭം ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല എന്നാ പിന്നെ അത് പ്രിന്റ് ചെയ്ത അതിന്റെ ചെലവ് അതായി കിട്ടുമ്പോൾ അത്രേ ഉദ്ദേശമുള്ളൂ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വെറുതെ കൊടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ പ്രസ്സിന് നല്ലൊരു സംഖ്യന് ചെലവ് വന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനെ സഹകരിക്കുക എല്ലാവരും വാങ്ങണം നിർബന്ധമല്ല ആവശ്യമുള്ള ആളുകൾ വാങ്ങിയാൽ മതി എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം മറ്റൊരു ഉദ്ദേശം നമ്മുടെ എല്ലാ ആഴ്ചയും ഒരു ദർശന ചാനലിൽ നമ്മളൊരു പരിപാടി നടക്കുന്നുണ്ട് അതിലേക്ക് ആളുകളൊക്കെ സംശയങ്ങൾ ചോദിക്കലും ഒക്കെ ഉണ്ട് അപ്പൊ അതിലുള്ള ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള സൗകര്യം പല വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ പറയുമ്പോൾ അതിന് ഇന്ന ദിക്ർ ചൊല്ലിയാ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള സൗകര്യത്തിന് കൂടിയാണ് ഈ അത് നമ്മൾ ആദ്യം തന്നെ ആ പുസ്തകം ഇറക്കാൻ തയ്യാറായത് എന്നുകൂടെ സാന്ദർഭികം ഓർമ്മപ്പെടുത്താണ് അപ്പൊ ചിലപ്പോൾ ചില ദിക്റുകളൊക്കെ നമ്മൾ എത്ര വട്ടാ ചൊല്ലേണ്ടത് എന്ന് മുഴുവൻ അതിലുണ്ടാവില്ല അതങ്ങനെ ഉൾപ്പെടുത്താതിരിക്കാൻ കാരണം ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാ അത് അദ്ദേഹത്തിന്റെ ആ ക്രോഡീകരണത്തിൽ മുഴുവൻ അത് അതേപോലെ നമ്മൾ ഇറക്കിയതാണ് പിന്നെ ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായി അത് ഓരോന്നും എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പറയുകയും ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അത് സൂക്ഷിച്ചു വെക്കാനൊക്കെ ഉള്ള നല്ല കടലാസും ഒക്കെ നല്ല രൂപത്തിലാണ് അത് ഇറക്കിയിട്ടുള്ളത് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ വേണ്ടി പല ആളുകളും ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം ദുആക്ക് മുമ്പ് ലിസ്റ്റുകൾ നമുക്ക്